സോ വെൽക്കം വിജയദശമി അല്ലെ. വിജയദശമി എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു വിജയമുണ്ടല്ലേ. 10 ദിവസം, 10-ാം ദിവസം, 9 ദിവസത്തെ യുദ്ധത്തിന് ശേഷം 10-ാമത്തെ ദിവസം നമ്മള് വിജയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വിജയദശമി. അതാണോ അതിന്റെ ശരിയായ സിഗ്നിഫിക്കൻസ് എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഷെയർ ചെയ്തതാണ്. കാരണം എൻ്റെ ഒരു അറിവിൽ ഭഗവതി 9 ദിവസം യുദ്ധം ചെയ്ത് 10-ാമത്തെ ദിവസം വിജയിച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ് വിജയദശമി എന്നാണ്. ആക്ച്വലി എന്തുമായിട്ടാണ് യുദ്ധം ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് വിജയം, നമ്മൾ എന്താ വിൻ ചെയ്തത്? കാരണം നമ്മൾ അറിയുന്ന എല്ലാ കഥകളും ഒരു ശരിക്ക് അറിയുന്ന ആചാര്യന്മാർ പറയുന്നത് ഇറ്റ്സ് ഓൾ കോൾഡ് മെറ്റഫോർ എന്നാണ് പറയുന്നത്. മെറ്റഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബോളിക് സ്റ്റോറീസ് ആണ്. നമ്മൾ അറിയുന്ന എല്ലാവിധ രാമായണമായാലും മഹാഭാരതം ആയാലും എല്ലാ സ്ക്രിപ്റ്റേഴ്സിലൂടെയും ഷെയർ ചെയ്യുന്ന സ്റ്റോറീസ് എന്ന് പറയുന്നത് സിംബോളിക് സ്റ്റോറീസ് ആണ്. ആരുടെയോ ഒരു ഓഡിയോ ഇടുന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദയവ് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും അവരവരുടെ ഓഡിയോ മ്യൂട്ട് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. സോ ദി ക്വസ്റ്റ്യൻ, നമ്മൾ എന്തിനെ വിജയിച്ചു, അല്ലെങ്കിൽ എന്താണ് ഈ വിജയദശമിയുടെ പ്രത്യേകത? ശരിക്കും നമ്മൾ 9 ദിവസം എടുക്കുന്ന സമയത്ത് 9 ദിവസത്തിൽ ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു ഞാൻ സാധന ഇന്റൻസീവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഹിമാലയത്തിൽ വെച്ചായിരുന്നു, ഉത്തരകാശിയിൽ വെച്ചായിരുന്നു. അവിടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അവിടെ ഈ പറഞ്ഞ പോലെ വിജയദശമി അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലായിരുന്നു എനിക്ക് ആ ഒരു കോഴ്സ് ഉണ്ടായിരുന്നത്. സോ ആ ടൈമിൽ അവിടെ ഡിവൈഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 3 days നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ദുർഗ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ദുർഗ മീൻസ് ആക്ച്വലി ചക്ര സയൻസ് അറിയുന്നവർക്ക് അറിയാം, മൂലാധാര എന്ന് പറയും, നമ്മുടെ ബേസ് ആയിട്ടുള്ള ചക്രയാണ്, നമ്മുടെ എക്സിസ്റ്റൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലേസ് ആണ്. ഫസ്റ്റ് 3 days അവിടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൽ എഫേർട്ട് ഇടുകയോ സ്ട്രെസ് ആകുകയോ ചെയ്യരുത്, അത് വിട്ടേക്കാം, പിന്നീട് അത് വന്നോളും. ഓക്കെ. സെക്കൻഡ് 3 days പറയുന്നത് അനാഹത എന്ന് പറയും, ലക്ഷ്മി എന്ന് പറയും, നമ്മുടെ ഹാർട്ട് സ്പേസിലാണ് സെക്കൻഡ് 3 days നമ്മൾ വർക്ക് ചെയ്യുന്നത്. തേർഡ് 3 day നമ്മൾ വർക്ക് ചെയ്യുന്നത് ആജ്ഞ, സരസ്വതി എന്ന് പറയും. അത് കഴിഞ്ഞ് വിജയദശമി എന്ന് പറയുന്നത് സഹസ്രാര, ദി ബിയോണ്ട് കോൺസെപ്റ്റ് ഓഫ് ത്രിപുര സുന്ദരി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഇതാണ് ഒരു മിത്തോളജിക്കലി ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഈ സിംബോളിക് ആയി കാണിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പിടിച്ചു വെക്കുകയും നമ്മുടെ ലൈഫിനെ എപ്പോഴും ഭൂമിയിൽ പിടിച്ചു വെച്ചിട്ട് ഞാനാണ് ഈ ബോഡി, ഈ ശരീരം ഞാൻ മാത്രമാണ് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ബേസ് ചക്ര എന്ന് പറയുന്ന മൂലാധാരം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ ഒരു നോട്ടുണ്ട്, ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞൊരു നോട്ടുണ്ട്. ഈ നോട്ട് അടഞ്ഞിരിക്കുന്നിടത്തോളം നമുക്കൊരൊറ്റ വിശ്വാസം ഉണ്ടാവുള്ളൂ, ഞാനാണ് ഈ ശരീരം, ഞാനാണ് ഈ ശരീരം എന്നുള്ള വിശ്വാസത്തിന്റെ ഒരു രസകരമായ ഒരു കാര്യം, അഡ്വാൻറ്റേജ് ഉണ്ടില്ല എന്നല്ല, നമുക്ക് ഇവിടുത്തെ ജീവിതത്തിൽ കൂടുതലായി ഫോക്കസ് കിട്ടും ഞാനാണ് ഈ ബോഡി എന്ന് വിശ്വസിക്കുമ്പോൾ. കാരണം ഞാൻ ഈ ബോഡി അല്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫോക്കസ് കുറയും. സോ ഈ ഫോക്കസിന് വേണ്ടിയാണ് ആക്ച്വലി നമുക്ക് ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയിലൂടെ നമ്മുടെ ഊർജത്തെ മുഴുവനും ഇൻടാക്ട് ചെയ്ത് ടൈറ്റൻ ചെയ്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പല ആളുകൾക്കും അസുഖം വരുമ്പോൾ പേടിയാവും. ഇപ്പൊ കൊറോണ വരുമ്പോൾ എല്ലാവരും പേടിക്കും, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പേടിക്കും, ക്യാൻസർ വരുമ്പോൾ പേടിക്കും. കാരണം വി ആർ ദി ബോഡി, ബോഡി പോയാൽ ഞാൻ പോയി. പക്ഷെ ഈ ബ്രഹ്മഗ്രന്ഥി ലൂസ് ആകുന്ന ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു രോഗത്തിനോടും പേടി ഉണ്ടാകത്തുമില്ല. ആ വ്യക്തിയുടെ ദൈവം ഒരിക്കലും ഒരു ഡോക്ടർ ആയിരിക്കില്ല. ആ വ്യക്തിയുടെ ദൈവം ആ വ്യക്തി തന്നെയായിരിക്കും. ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകുന്നത് ആദ്യം ബ്രഹ്മഗ്രന്ഥി ലൂസ് ആകുമ്പോഴാണ്. ഇനി ബ്രഹ്മഗ്രന്ഥി ലൂസായി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു നോട്ടാണ് വിഷ്ണു ഗ്രന്ഥി എന്ന് പറഞ്ഞ അനാഹതയിൽ വരുന്ന ഒരു നോട്ടാണ്, ഈ സ്പേസിൽ വരുന്ന ഒരു നോട്ടാണ് വിഷ്ണു ഗ്രന്ഥി. ഇത് നമ്മളെ പിടിച്ചു വയ്ക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ബോണ്ടേജിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാണുന്ന വികാരങ്ങളാണ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് പുറം ലോകമാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചു വെക്കുന്ന ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു എനർജിയെ ഇൻടാക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ എന്തെങ്കിലും സങ്കടം വരുമ്പോഴോ ഏറ്റവും കൂടുതൽ ഹെവിനെസ് ഫേസ് ചെയ്യുന്ന എവിടെയാണ്? നെഞ്ചിലല്ലേ? ഒന്നുകിൽ നെഞ്ചില്, അല്ലെങ്കിൽ പിന്നെ വയറിലല്ലേ? സോ ഈ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മുടെ എനർജിയെ പിടിച്ചു വയ്ക്കുന്നത്. വളരെ കുറച്ച് ഈ ഒരു ഭാഗം കുറച്ച് വിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും തൊണ്ടയിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ എനർജിയെ ഭയങ്കരമായിട്ട് ഇവിടെ പിടിച്ചു വെക്കുന്നതിലൂടെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഈ നോട്ടൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന സർവേശ്വരൻ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ ക്രിയേറ്റർ തന്നിരിക്കുന്നത് ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ടാണ്. നമ്മുടെ സോള് ഒരു ബോഡി എടുത്ത് ഈ ലൈഫിലൂടെ പോകുമ്പോൾ ചിലത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു ഗ്രൗണ്ടിൽ നമ്മൾ എന്താ പറയാ ബൗണ്ടറി കെട്ടി ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന പോലെയാണ്. ഒരു ബൗണ്ടറി കെട്ടി കഴിയുമ്പോൾ ഓക്കെ, ഇതിനപ്പുറം അടിച്ചു കഴിഞ്ഞാൽ 6 ആണ്, ഇതിൽ താഴെ കൂടി ഒന്ന് ഉരുണ്ട് കൊണ്ടാൽ 4 ആണ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ലിമിറ്റേഷനിൽ ഒരു ലിമിറ്റേഷൻ ആണ് നമ്മളിലെ ഈ ഒരു ഗ്രന്ഥീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഗ്രന്ഥിയുടെ പർപ്പസ് എന്ന് പറയുന്നത് പുറം ലോകമാണ് സത്യം എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും. പുറം ലോകമാണ് സത്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അമ്പലത്തിൽ ഈശ്വരനുണ്ട്, പള്ളിയിൽ ഈശ്വരനുണ്ട്, അല്ലെ? ലോകത്ത് എല്ലായിടത്തും ഈശ്വരനുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ട് അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഫ്ലക്ഷൻ കിട്ടിയ ഒരു ശ്ലോകം എന്ന് പറയുന്നത് ഗുഹ്യം ബ്രഹ്മ തദിതം ബ്രവീമി നഹി മാനുഷ ശ്രേഷ്ഠതരം ഹി കിഞ്ചിത്. കഴിഞ്ഞ എന്റെ ഒരു 15 വർഷമായിട്ട് എന്നെ നിരന്തരം ഇൻസ്പയർ ചെയ്യുന്ന ഒരു തോട്ടാണിത്, അല്ലെങ്കിൽ ഒരു ശ്ലോകമാണ്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് അർത്ഥം. നമുക്ക് കണ്ണിൽ കാണാവുന്ന ഒരുപാട് കഴിവുകളുണ്ട്, അല്ലെ? ലോകത്ത് ഒരുപാട് ശക്തികളുണ്ട്. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരുപാട് ശക്തികളുണ്ട്. ഇതിനെല്ലാം അപ്പുറം ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യ ജന്മം. ഇത് ഞാൻ പറഞ്ഞതോ ഞാൻ ഉണ്ടാക്കിയതൊന്നും അല്ല, മഹാഭാരതത്തിലുള്ളതാണ്. എനിക്ക് അന്നറിയില്ലായിരുന്നു മഹാഭാരതത്തിലുണ്ടെന്ന്. തൃപ്പൂണിത്തുറ സാൻസിൽ കോളേജിലെ ഒരു ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇത് മഹാഭാരതത്തിൽ. കാരണം എനിക്ക് ഇതിന്റെ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് മഹാഭാരതത്തിലുള്ള ശ്ലോകമാണ്, അതിന്റെ അർത്ഥം ഇതാണ്. കാരണം എനിക്ക് ഈ ശ്ലോകം മാത്രമേ കിട്ടിയുള്ളൂ, ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. പക്ഷെ എവിടെയോ ഇത് കേൾക്കുമ്പോൾ തൊട്ട് എന്തോ ഒരു ഇൻസ്പിറേഷൻ, ഇത് ടച്ച് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ഈ പറഞ്ഞല്ലോ, നമുക്ക് ചില ഭാഷകൾ അറിയില്ലെങ്കിൽ പോലും, ഇപ്പൊ കുട്ടികളെ കണ്ടിട്ടില്ലേ, കൊച്ചു കുട്ടികള് അവർക്ക് ഭാഷ അറിയില്ല, പക്ഷെ അവർക്ക് ചില വാക്കുകൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. ബിക്കോസ് ദേ ക്രിയേറ്റ് സം ഇൻസ്പിറേഷൻ. നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത ഒരു ശ്ലോകമാണ് ഗുഹ്യം ബ്രഹ്മ തദിതം ബ്രവീമി നഹി മാനുഷ ശ്രേഷ്ഠതരം ഹി കിഞ്ചിത്. സോ അന്ന് മുതൽ എന്റെ ലൈഫിലെ സെർച്ച്, നമ്മള് ഈ കണ്ണിൽ കാണാവുന്ന കുറെ ശക്തികളുണ്ടെങ്കിലും കണ്ണിൽ കാണാൻ പറ്റാത്തതായ കുറെ ശക്തികളുണ്ടെങ്കിലും ഇതിനൊക്കെ അപ്പുറം നമ്മൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അത് എന്തായിരിക്കും ആ ശ്രേഷ്ഠത, അല്ലേ? നമുക്കറിയണ്ടേ ആ ശ്രേഷ്ഠത എന്താണ്? സോ ഈ ശ്രേഷ്ഠത എന്താണെന്ന് എങ്ങനെ അറിയാം? ഈ അറിയാനുള്ള ആഗ്രഹമാണ് പല സയൻസിലേക്കും പല മാസ്റ്റേഴ്സിലേക്കും പല യാത്രകളിലേക്കും നിരന്തരം നയിച്ചുകൊണ്ടിട്ടുള്ളത്. കാരണം അതിനപ്പുറം ശ്രേഷ്ഠം എന്താണ്? എന്നിലെ ശ്രേഷ്ഠത എന്താണ്? എന്നിൽ ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളിലും ആ ശ്രേഷ്ഠത ഉണ്ടാവണ്ടേ? കാരണം നമ്മളെല്ലാവരും ഒരുപാടുള്ള ആളുകളാണ്. ഒരാള് എന്താ പറയാ, നമ്മൾ പറയും നമ്മൾ ജാതി മതം എന്താ പറയാ രാഷ്ട്രീയം ഒക്കെ പറയും. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മളെല്ലാവരും സെയിം ആണ്. ഈ സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പലപ്പോഴും എന്താ പറയാ ഒരു റിയാലിറ്റി ഷോ പഠിപ്പിച്ച കുട്ടികൾ ഒരിക്കൽ എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തു, ഈ ലോകത്ത് ജാതി മത വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാനത് അംഗീകരിക്കാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ക്രിസ്ത്യൻ കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൈ മുറിക്കുമ്പോൾ വെള്ള രക്തം വന്നാൽ ഞാൻ അംഗീകരിക്കാം, നിങ്ങൾ ക്രിസ്ത്യൻ ആണ്, നിങ്ങൾ സെപ്പറേറ്റ് ആണ്. മോന്റെ കയ്യിലെ ചോര മുറിക്കുമ്പോൾ ഓറഞ്ച് നിറം വന്നാൽ ഞാൻ ട്രസ്റ്റ് ചെയ്യാം, നീ ഹിന്ദു ആണ്. അതേപോലെ ഒരു മുസ്ലിമിന്റെ കൈ മുറിക്കുമ്പോൾ പച്ച ചോര വന്നാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, മുസ്ലിമാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സാധിക്കില്ലല്ലോ, അല്ലെ? നമുക്ക് ലിവറും കിഡ്നിയും വരുന്ന സമയത്ത് നമുക്ക് രാഷ്ട്രീയവും ഇല്ല, നമുക്ക് ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ല. നമുക്ക് കിഡ്നി മതി, ബ്ലഡ് മതി, അല്ലേ? പക്ഷെ എപ്പോഴാണ് നമുക്ക് ഇതെല്ലാം വരുന്നത്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്. ആ അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് വികാരം. വൈകാരികമായി നമ്മളെ പിടിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അനാഹത എന്ന് പറയുന്ന സ്ഥലം. എന്ന് വെച്ചാൽ ഇതൊരു ബോണ്ടേജ് ആണ്. ഇനി ഈ ബോണ്ടേജ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ബോണ്ടേജ് ഇവിടെയാണ്. നമുക്ക് ഇവിടെയാണ് ഒരു ലിമിറ്റേഷൻ. ഈ ലിമിറ്റേഷന്റെ എന്താ പറയാ പച്ചയായ ഒരു ഭാഷയാണ് അഹങ്കാരം. ഞാനാണ് ഏറ്റവും വലുത്, ഐ ആം സംതിങ്, ഐ ആം ബിഗർ ദാൻ എവരി വൺ, ഐ ആം സംബഡി. ഈ ഒരു ഫീലിംഗ് ആണ് നമ്മളെ ഇവിടെ തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ സിദ്ധികൾ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരുപാട് കഥകൾ. അതായത് ഒരുപാട് ധ്യാനം ചെയ്ത് ഒരുപാട് ഉയർന്നിട്ട്
അങ്ങ് എന്താ പറയുക ഏറ്റവും അങ്ങ് കൈലാസത്തിന്റെ മേളിൽ കയറിയിട്ട് പൊത്തോന്ന് നിലത്ത് വീണ ആളുകളെ കേട്ടിട്ടില്ലേ നമ്മൾ? ഇല്ലേ? നമ്മൾ എന്നിട്ട് ചിരിക്കും, കളിയാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ടേജ് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ആരും എവിടെ കയറിയാലും കുഞ്ഞും കുത്തി വീഴും. ബിക്കോസ് ഈ ബോണ്ടേജ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യിക്കുന്നത് ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെന്നുള്ള ഫീലിംഗ് എപ്പോഴും തരും. ഐ എം സെപ്പറേറ്റഡ് ബീയിങ്. ഞാനൊരു സംബടിയാണ്, അല്ലെങ്കിൽ ഞാനൊരു സംവൺ ആണ്, അല്ലെങ്കിൽ ഞാനൊരു സംതിങ് ആവാനാണ് ഈ ലൈഫിൽ വന്നത്. സോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് അവേക്കൻ വിസ്ഡം വിത്തിൻ, അല്ലെ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതല്ലേ, അവേക്കൻ വിസ്ഡം വിത്തിൻ. എന്തിനായിരിക്കും ഇന്ന് ഈ ഒരു ടോപ്പിക് വന്നിരിക്കുന്നത്? ആക്ച്വലി വിജയദശമി എന്ന് പറയുമ്പോൾ നമ്മളുടെ വിസ്ഡം വിത്തിൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആക്ച്വലി ദർ ഈസ് സം വിസ്ഡം ഔട്ട്സൈഡ്. പുറത്തും കുറെ വിസ്ഡം ഉണ്ട്, അല്ലേ? ഇപ്പൊ ഞാൻ എപ്പോഴും നിങ്ങൾ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പലർക്കും അറിയാം, ഞാൻ സ്ഥിരമായി റെഫർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു കൊച്ചു കുഞ്ഞിനോട് അച്ഛനും അമ്മയും പറയുന്നു, മോനെ തീ തൊടരുത്, കൈ പൊള്ളും. കൊച്ചു കുഞ്ഞുങ്ങള് തീ തൊടാതിരിക്കുമോ? എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് എന്റെ അച്ഛനും അമ്മേനോട്, എന്റെ അമ്മയോട് ഇരുന്നുണ്ട്, അപ്പൊ തന്നെ എനിക്ക് പറയാമല്ലോ. അതായത് സ്വിച്ചിന്റെ ഇടയിൽ, അത് എസ്പെഷ്യലി അമ്മയല്ല എന്റെ അച്ഛനാണ് പറയുന്നത്, സ്വിച്ചിന്റെ ഇടയിൽ കൈ ഇടരുത്, ഷോക്ക് അടിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത സമയം നോക്കി സ്വിച്ചിന്റെ ഇടയിൽ കൊണ്ട് കൈയിട്ട് നോക്കി, ആ ഒരു പ്ലഗ് മാറ്റി കൈയിട്ട്. ആദ്യം പേടിയായിരുന്നു, പക്ഷെ എന്നാൽ ഷോക്ക് എന്താണെന്ന് അറിയണ്ടേ. ഇതാണ് നമ്മളിലെ ഒരു വിസ്ഡം ക്രേവിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഷോക്ക് അറിഞ്ഞോടുകൂടി, എന്നൊരു ഷോക്ക് അടിച്ചോടുകൂടി പിന്നെ സംശയമില്ല, ദർ ഇസ് നോ ഡൗട്ട്. സോ വിസ്ഡം ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ. അതായത് പണ്ടൊരു ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഞാനായിട്ട് ഉണ്ടാക്കിയ എല്ലാ സാധനവും നമുക്ക് ഈ ലോകത്ത് ഉപേക്ഷിക്കേണ്ടി വരും, അല്ലേ? ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ ഞാനായിട്ട് ഉപയോഗിച്ച എല്ലാം നമ്മൾ കളയും. പക്ഷെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, അതാണ് ഞാൻ. സോ വിസ്ഡം ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ വിസ്ഡം നമുക്ക് എങ്ങനെ ലഭിക്കും? വിസ്ഡം ലഭിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഊർജമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊർജത്തെ പറ്റിയാണ്. എനർജി. വാട്ട് ഈസ് എനർജി? നമ്മളെല്ലാവരും ഊർജമാണ്. നമ്മൾ വിശ്വസിക്കും എന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അല്ലെ എന്റെ ലിവർ എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, എന്റെ ബോഡി എന്ന് പറയുന്നത് സോളിഡ് ആണ്. ആണോ? റീസെന്റ് ഞാൻ ആ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, റീസെന്റ് ഞാൻ കേട്ടതാണ്, ഒരു മാസ്റ്റർ, വൺ ഓഫ് ദി ഗ്രേറ്റ് മാസ്റ്റർ, അവർ നടത്താൻ പോകുന്ന ഒരു റിസർച്ച്, കഴിയുമെങ്കിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ഒരു റിസർച്ച് ആണ്. അതായത് ഭിത്തിക്കുള്ളിലൂടെ നടക്കുക, വാളിനുള്ളിലൂടെ നമുക്ക് നടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. പണ്ട് ആചാര്യന്മാര് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയെ ഇവിടുന്ന് ഡിസൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പോയി ബോഡിയെ റീക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ കൂടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മുടെ മൈൻഡിനെയും നമ്മുടെ എനർജിയെ ഷാറ്റർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ മാസ്റ്ററിന്റെ പേരാണ് കൊറോണ. ഇറ്റ്സ് എ ഗ്രേറ്റ് മാസ്റ്റർ. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? സ്കൂളിൽ പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്കൂളിൽ പോകാതെ പഠിക്കുന്നില്ലേ? ഓഫീസിൽ പോകാതെ ജോലി ചെയ്യാൻ പറ്റില്ല, ഓഫീസിൽ പോകാതിരിക്കുന്നില്ലേ? പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എത്രയോ നാളുകൾ ഞങ്ങൾ പൈസ കൈകൊണ്ടുപോലും തൊടാതെ ജീവിച്ചിട്ടുണ്ട്. ജീവിതം അങ്ങ് ജീവിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെയാണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടേതായ ലിമിറ്റേഷൻസിനകത്ത് നമ്മൾ തന്നെ പെട്ടിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. എത്രയോ പേര്, ഏറ്റവും രസകരമായിട്ട് എന്റെ ചേട്ടത്തി പടം വരയ്ക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ചേട്ടത്തി തൊട്ട് മുമ്പിരിക്കുന്നോട് പറയാം. പക്ഷെ അത് അറിഞ്ഞത് കൊറോണ വന്നപ്പോഴാണ്. കൊറോണയ്ക്ക് മുമ്പ് എന്തുകൊണ്ട് ആ കഴിവ് പുറത്തു വന്നില്ല? കൊറോണയ്ക്ക് മുമ്പ് എന്തുകൊണ്ട് ഓരോരുത്തരുടെ കഴിവും അവർ തിരിച്ചറിഞ്ഞില്ല? എന്തുകൊണ്ട് അവരവരുടെ വിസ്ഡം പുറത്തു വന്നില്ല? കാരണം നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ലിമിറ്റേഷനകത്ത് നിന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ പെട്ടുപോയി എന്നുള്ള അവസ്ഥയാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു രസമുണ്ട്. ഞങ്ങളെ താമസിക്കുന്ന ഈ ഭാഗത്ത് രസകരമായിട്ട് ചില എന്താ പറയുക, ഗുണ്ടായുസം എന്ന് പറയില്ല, കുറെ വില്ലന്മാരൊക്കെ ഉണ്ട്. ഇവരുടെ ചില ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വേറൊരാൾ അടിക്കാൻ വരുമ്പോൾ ഇവര് തൊട്ടപ്പുറത്തേക്കുന്ന ആളുകളോട് പറയും, എന്നെ പിടിച്ചു വെച്ചോ, എന്നെ തുറന്നു വിടരുത്, എന്നെ പിടിച്ചു വെക്കാൻ പറയും. പിടിച്ചു വെച്ചിട്ട് ഇവരെന്ന് പറയും, നീ എന്നെ വിട്, ഞാൻ അവനെ തല്ലട്ടെ, എന്നെ വിട്, ഞാൻ എന്നിട്ട് തല്ലട്ടെ എന്ന് പറയും. ഈ പിടിച്ചു വെക്കാൻ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാതെ ഇരിക്കുന്നതിനെയാണ് നമ്മുടെ ലൈഫിലെ കോർ ബിലീഫ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ന്യൂട്ടന്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, കോർ ബിലീഫ്സ്. സോ നമ്മുടെ വിസ്ഡം അവേക്കൺ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങളാണ് നമ്മുടെ കോർ ബിലീഫ് എന്താണ്. ഈ ബിലീഫ് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ എന്നൊരു എനർജി ബീയിങ് ആണ്, നമ്മളൊരു ഊർജമാണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ശരീരത്തെ നമുക്ക് വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സിസ്റ്റോ ട്യൂമറോ പോലും നമുക്ക് മാറ്റാം, മുറിച്ച് കളയുക എന്നത് സ്റ്റുപ്പിഡ് കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഒരു സാധനത്തെ മുറിച്ച് കളയാന്ന് പറയുന്നത്, ബിക്കോസ് ആ സ്റ്റുപ്പിഡ് കോൺസെപ്റ്റിലൂടെ ഞാനും എന്റെ ലൈഫിൽ കടന്നു പോയിട്ടുള്ളതാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ നിന്ന് ഒരു സാധനം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത ഭാഗത്തേക്ക് അത് നീങ്ങും.
ഞാനൊരു ഡോക്ടറോട് ചോദിച്ചിട്ടുള്ളതാണ്, ഒരു സിസ്റ്റ് ഒരു ഓവറിൽ നിന്ന് മാറ്റിയാൽ എന്ത് സംഭവിക്കും? അടുത്ത ഓവറിൽ സിസ്റ്റ് വരും. അത് അവിടെ നിന്ന് മാറ്റിയാലോ യൂട്രസിൽ വരും. അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ ലങ്സോ ലിവറോ. അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ ഓർഗനായിട്ട് ഇങ്ങനെ മാറ്റുന്ന ഈ സിസ്റ്റം നിലനിൽക്കണോ വേണ്ടയോ? അതല്ല ഇന്നത്തെ എന്റെ ചോദ്യം, അതല്ല ഇന്നത്തെ എന്റെ സബ്ജക്ട്. പക്ഷെ എന്നോട് എവിടെയോ മാസ്റ്റേഴ്സ് പറയുന്നു ഇങ്ങനെ ചോദിക്കാൻ, അത് നിലനിർത്തണോ വേണ്ടയോ? അത് മാറ്റണ്ടേ? നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മളെന്ന് പറയുന്ന ഇത് ഒരു സൃഷ്ടാവാണെന്ന് അറിയണ്ടേ? പക്ഷെ ഇത് അറിയണമെങ്കിൽ വാട്ട് ഈസ് അവർ ട്രൂ ഇന്നർ വിസ്റ്റം? നമ്മളുടെ ശരിയായ ഇന്നർ വിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ആചാര്യന്മാർ ഒരു സിമ്പിൾ ആയിട്ടൊരു മുദ്ര കാണിച്ചു തന്നിട്ടുണ്ട്. ഈ മുദ്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിൻമുദ്ര എന്നാ പേര് ഇതിന്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ തമ്പിൽ ടച്ച് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? വെളിച്ചം അടിച്ചിട്ട് കാണാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ വെക്കുന്നു, നമ്മൾ കാണാറുണ്ട് എല്ലാവരും മെഡിറ്റേഷനിൽ ഇങ്ങനെ ചിൻമുദ്ര. ചിൻമുദ്രയെ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കാണും? പെട്ടെന്ന് ആര്യഭട്ട ഓർമ്മ വരും അല്ലേ? അല്ലെ, പഴയ നമ്മുടെ ആര്യഭട്ട അല്ലേ? നമ്മളെ ഇന്ത്യക്കാർ അല്ലെ ഭാരത സംസ്കാരത്തിലല്ലേ സീറോ കണ്ടുപിടിച്ചത്? സീറോ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ശൂന്യം. ചിൻമുദ്രയുടെ പർപ്പസ് എന്ന് പറയുന്നത് ശൂന്യമാണ് ഇതിന്റെ ഇത്. ശൂന്യം എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? നമ്മൾ ഇൻഡെക്സ് ഫിംഗർ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ലൈഫിൽ? ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് മലയാളികൾ അല്ലെ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുക? ചൂണ്ടും അല്ലെ? നമ്മൾ കുട്ടികളോട് എന്താ പറയുന്നത്? കുട്ടികളോടെയും വീണ് കഴിയുമ്പോൾ നമ്മള് അമ്മമാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എന്താ പറയുന്നത്? മോനെ വീണ ഭാഗത്ത് തൂക്കണമെന്നല്ല പറയുന്നത്, വീണത് എവിടെയാണോ അവിടെ 2 അടി അടിക്കും അല്ലെ? ഞാൻ ഇപ്പോഴും റീസെന്റ് ആയിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല ഫാമിലികളിലും. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാല് ഒരു കസേരയിൽ മുട്ടിക്കഴിഞ്ഞാൽ കസേരക്കിട്ട് ഒരേ അടിയാണ്. ആക്ച്വലി എന്താ ചൈൽഡിന് വേണ്ടത്? കാല് തൂത്ത് കൊടുക്കല്ലേ വേണ്ട ചൈൽഡിനെ. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വിഡ്ഢിത്തരത്തിൽ എൻട്രി ചെയ്തെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ബിക്കോസ് വി ആർ നോട്ട് റെസ്പെക്ടിങ് ദി സീറോ. ഈ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് ഫിംഗർ, മറ്റുള്ളവരെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഫിംഗർ ഒന്ന് ബെൻഡ് ചെയ്യാൻ തയ്യാറായാൽ, നമ്മളിൽ ഇവിടെ കിടക്കുന്ന ഈ തമ്പ് എന്ന് പറയുന്നതാണ് നമ്മളിലെ ഹയർ സെൽഫ്, നമ്മളിലെ സോൾ. സോളിലേക്ക് ഇതിനൊന്ന് ബെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന സ്റ്റേറ്റ് സീറോ. പക്ഷേ നമ്മൾ കാണുന്ന സൂപ്പർമാൻ ആണെങ്കിലും സ്പൈഡർമാൻ ആണെങ്കിലും എന്താ പറയാ ബാഹുബലി ആണെങ്കിലും നരസിംഹം ആണെങ്കിലും ഒക്കെ ഹീറോ കൺസെപ്റ്റ് ആണ് അല്ലെ? ഹീറോയിസം. സോ അവിടെ സീറോ എന്ന് പറയുന്ന ആരാണ്? സീറോ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആണ്. ബിക്കോസ് ദേ നോ സീറോ എന്ന് മാത്രമേ ഹീറോ ഉണ്ടായിട്ടുള്ളൂ. വെൻ യു റീച്ച് ടു ദിസ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൂംബ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മളെല്ലാരും അല്ലെ? നമ്മളെല്ലാരും വന്ന വൂമ്പിൽ നിന്നല്ലേ? വൂംബ് എന്താണ്? സീറോ ആണ്. ഇനി പ്രപഞ്ചം എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ ഏറ്റവും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സീറോ ആണ്, ശൂന്യം. ഏറ്റവും വലിയ മാസ്റ്റർ നമ്മൾ അറിയപ്പെടുന്ന ആള് അച്ചീവ് ചെയ്തിട്ടുള്ളത് മഹാശൂന്യമാണ്. മഹാശൂന്യം മീൻസ് വാക്വം പ്രിൻസിപ്പിൾ. അത് അച്ചീവ് ചെയ്ത ആള്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു എർലിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ റിസർച്ചിലാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് 0 പോയിന്റ് ഫീൽഡ്. എന്തും സാധ്യമാക്കാവുന്ന ഫീൽഡിന്റെ പേര് 0 പോയിന്റ് ഫീൽഡ് ആണ്. അപ്പൊ എന്തിനായിരിക്കും ഓരോരോ സിറ്റുവേഷനിൽ പ്രപഞ്ചം ഓരോ ക്രൈസിസ് കൊണ്ടുതരുന്നത്, അൺസർട്ടനിറ്റി കൊണ്ടുതരുന്നത്? പക്ഷെ നമ്മളെന്താണ്, നമ്മൾ അൺസർട്ടനിറ്റി പോകാറില്ല. അത് കാര്യം നമ്മൾ സർട്ടനിറ്റിയിൽ തൂങ്ങിക്കിടക്കും, വിടത്തില്ല നമ്മൾ അൺസർട്ടനിറ്റി അല്ലെ? സർട്ടൺ എന്താണ്? സർട്ടൺ എന്റെ ബാങ്ക് ബാലൻസ് സർട്ടൺ, എന്റെ പേര് സർട്ടൺ, എന്റെ ക്വാളിഫിക്കേഷൻ സർട്ടൺ, ഇതിലെല്ലാത്തിലും നമ്മൾ കടിച്ചു തൂങ്ങിക്കിടക്കാൻ നോക്കും. ബട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ലൈഫ് നോക്ക് യു. സർട്ടനിറ്റി വിട്ടാൽ, അൺസർട്ടനിറ്റിയിൽ ഇറങ്ങാൻ തയ്യാറായാൽ, വി ടോട്ടൽ അൺസർട്ടൺ, ടോട്ടൽ ഐ ഡോണ്ട് നോ സ്പേസ്. കഴിഞ്ഞ ദിവസം ഞാൻ രസകരമായിട്ട് വായിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ട്രൂ എഡ്യൂക്കേഷൻ, അപ്പൊ നമ്മൾ ആലോചിക്കണം നമ്മളിപ്പോ ട്രൂ എഡ്യൂക്കേഷനിലാണോ അല്ലേ എന്നുള്ളത്. ട്രൂ എഡ്യൂക്കേഷനിലൂടെ കടന്നു വന്നാൽ നമ്മുടെ ഉള്ളിൽ ശക്തമായി ഉണ്ടാകാൻ പോകുന്ന ഒരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. സംഗീതം പഠിച്ച ഒരാള് ശക്തമായി സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യും, എനിക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. നന്നായി നൃത്തം പഠിച്ച ഒരാളുടെ ഉള്ളിൽ ഈ തോട്ട് ഉണ്ടാവും, നന്നായി കുക്കിംഗ് അറിയുന്ന ഒരാളുടെ ഉള്ളിൽ ഈ തോട്ട് ഉണ്ടാവും, നന്നായി ഏത് സബ്ജക്ട് പഠിച്ച ഒരാളുടെ ഉള്ളിലും ശക്തമായിട്ടാണ് പഠിച്ചതെങ്കിൽ അത് ട്രൂ എഡ്യൂക്കേഷൻ ആണെങ്കിൽ, അത് സോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ എത്തിച്ചേരാൻ പോകുന്ന ഒരു ചിന്ത എന്തായിരിക്കും? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല.
എനിക്കൊന്നും അറിയില്ല, ഒരുപാട് കിടക്കുന്നു അനന്തം. ഈ അനന്തത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പേരാണ് ആനന്ദം. അനന്തം എന്താണോ, വാട്ട് ഈസ് ദാറ്റ് ബ്ലിസ്? നമ്മളെല്ലാരും പറയും ബ്ലിസ് അറിയണം, എനിക്ക് ബ്ലിസ് അറിയണം. പക്ഷെ എങ്ങനെ ബ്ലിസ് അറിയും? അറിയാവുന്ന എല്ലാത്തിലും കടിച്ചു തൂങ്ങി. എനിക്കൊരു അല്പ കാര്യം അറിയാമെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഈ അല്പത്തിൽ തൂങ്ങി കിടക്കുന്നതിനാണ് അല്പൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? നമുക്കറിയാവുന്ന അല്പ കാര്യങ്ങളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും. നമ്മൾ മലയാളികളുടെ ഏറ്റവും ദോഷകരമായിട്ടുള്ള ഹാബിറ്റ് എന്താണെന്നറിയോ? ആരെയും പുച്ഛിക്കുക, ആരെയും കളിയാക്കുക. കാരണം എനിക്കറിയാം, നിനക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? ശ്രീ ശങ്കരാചാര്യര്, അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ചലഞ്ച് വന്ന സമയത്താണ് അദ്ദേഹം പരകായ പ്രവേശം നടത്താൻ തയ്യാറായത്. വൈ? ടു എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാവുന്നത് ആരാണ്? അതാണ് ശരിയായ ജ്ഞാനി. എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ നമ്മള് നോളജ് എന്താണ്? പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ബുക്ക് വായിക്കും, നമ്മൾ ഓരോരോ ബുക്സ് എടുത്ത് വായിക്കും, ആ ബുക്ക് ഈ ബുക്ക് വായിക്കും. എന്തിനു വേണ്ടി വായിക്കും? എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാം, അല്ലെ? ലൈഫ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാം? ഒരു വേദന വന്നാൽ ഇതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാം? വേദന വന്നാൽ എന്ത് ചെയ്യും? പെനഡോൾ കഴിക്കും, ക്രോസിൻ കഴിക്കും. എക്സ്പീരിയൻസ് ചെയ്യണ്ട. ബട്ട് വേദന പോവോ? വേദന പോവില്ല. പലപ്പോഴും പലരും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒരു മരണം വരുമ്പോൾ കരച്ചിൽ വരും. കരയില്ല. കരഞ്ഞാൽ എന്താ? കുറച്ചില്ല. ഞാൻ പഠിച്ചു പോയില്ലേ, ഞാൻ IAS അല്ലേ, ഞാൻ ഡോക്ടർ അല്ലേ, ഞാൻ എഞ്ചിനീയർ അല്ലേ, അല്ലെങ്കിൽ ഞാൻ മന്ത്രിയല്ലേ, ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ അല്ലേ, ഞാൻ സ്പിരിച്വൽ മാസ്റ്റർ അല്ലേ? ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പിന്നെയും ഭേദമാണ്. ഞാൻ സ്പിരിച്വൽ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഐ ആം സ്പിരിച്വൽ. ഞാൻ സദ്ഗുരുവിന്റെ ആശ്രമത്തിൽ പോയി ഞാൻ ശ്രീശ്രീ വിഷയങ്ങളുടെ കോഴ്സ് ചെയ്തു, ഞാൻ ഡോക്ടർ ന്യൂട്ടനെ അറിയാം, എനിക്ക് പത്രിജി അറിയാം. സോ ഐ ആം വെരി സ്പിരിച്വൽ. സോ ഹൗ ക്യാൻ ഐ ക്രൈ? ഞാനിങ്ങനെ കരയും. എനിക്ക് കുറച്ച് സൈക്കോളജി അറിഞ്ഞുപോയി. സോ ഞാനിങ്ങനെ കരയും. പക്ഷേ നമ്മൾ കരഞ്ഞാൽ നമ്മളൊരു ഗ്രീഫിൽ നിന്ന് പുറത്തു വരും. നമ്മൾ കരഞ്ഞില്ല എങ്കിൽ നേച്ചർ നമുക്ക് വേണ്ടി കരയേണ്ടി വരും. പ്രളയം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പൊ നമ്മൾ പറയും പ്രളയം ഫേസ് ചെയ്തത് അത് ഡാം കെട്ടി വെച്ചുകൊണ്ട് മാത്രമാണ്, ഡാം തുറന്നിട്ടുകൊണ്ടാണ്. അല്ല, നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. നമ്മൾ ഓരോരുത്തരും പലപ്പോഴായിട്ട് സഹിച്ചും എന്താ പറയാ സഫർ ചെയ്ത് ഉള്ളിൽ വെക്കുന്നതെല്ലാം നമ്മുടെ നേച്ചർ കാണിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ ഏതാനും 5-6 വർഷം കൊണ്ട് ഞാൻ നിരന്തരം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രൂത്താണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ, ഈവൻ എന്റെ ഉള്ളിലെ ഒരു സങ്കടത്തിൽ പോലും നേച്ചർ കരയും, സപ്രസ് ചെയ്താൽ. ബട്ട് അത്രയും നമ്മൾ റെസൊണേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നേച്ചർ സ്റ്റാർട്ട് സ്പീക്കിംഗ് വിത്ത് യു. ദി യൂണിവേഴ്സ് ഈസ് യുവർ ഫ്രണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? അല്ലേ? കേൾക്കാൻ നല്ല രസമുണ്ട്. എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണമെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആദ്യം എക്സ്പെരിമെന്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് വളരെ തമാശയ്ക്ക് ഒരു വീഡിയോ കോൾ നടത്തിയ സമയത്ത് പെട്ടെന്ന് ആ വ്യക്തിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല, വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ആ സമയത്ത് ആ വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തായിരിക്കും വീഡിയോ കാണാൻ പറ്റാത്തത്? ഞാൻ വെറുതെ പറഞ്ഞു, അത് മൊത്തം ട്രാഫിക് ആയിരിക്കും, എല്ലാരും ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും കാണാൻ പറ്റാത്തത്. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഇത് നിങ്ങളുടെ ലാംഗ്വേജ് അല്ലല്ലോ, ഇത് സാധാരണ ലാംഗ്വേജ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് പറയും? ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ എന്നെ കാണാൻ പറ്റാതിരിക്കുന്നുണ്ട് എങ്കിൽ there is something you need to observe. ബിക്കോസ് എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് റിസോൾവ് ചെയ്യാനുണ്ട്. പക്ഷെ അത് റിസോൾവ് ചെയ്ത അടുത്ത നിമിഷം ഈ എല്ലാ ട്രാഫിക്കിനും അപ്പുറം ഇത് കാണാൻ പറ്റി. സോ ഏറ്റവും വലിയ വിസ്ഡം എന്താണ്? വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി. നമ്മളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. കേൾക്കുമ്പോൾ രസമല്ല, കേൾക്കുമ്പോൾ അത് ഏറ്റവും രസം എന്ന് പറയുന്നത് ഈ ചുവരിൽ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം റെസ്പോൺസിബിലിറ്റി ഇല്ല. റെസ്പോൺസിബിലിറ്റി ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും സുഖകരമായിട്ടുള്ള അവസ്ഥയല്ലേ? അതല്ലേ നമ്മൾ എപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളാണെങ്കിലും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലേ? രാവിലെ കഴിക്കുക, ഭക്ഷണം കഴിക്കുക, വളരെ സുഖം. ട്രൂത്ത് ആണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇഷ്ടമല്ല. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇഷ്ടമല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി. നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ മാത്രം, മറ്റാരും അല്ല. ഈവൻ നമ്മുടെ കർമാസ് പോലും നമ്മുടെ തന്നെ റിയാലിറ്റിയാണ്. പലർക്കും പാസ്റ്റ് ലൈഫിനെ കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പാസ്റ്റ് ലൈഫിൽ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പാസ്റ്റ് ലൈഫ് കുറ്റം പറയാനുള്ള സാധനമല്ല. എന്റെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എന്റെ അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്. എവറിത്തിങ്, എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ആയത് ഞാൻ കാരണമാണ്. നോ, എവറിത്തിങ് ഐ ക്രിയേറ്റഡ്. ബിക്കോസ് വൈബ്രേഷൻ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും, ഞാൻ പഠിച്ചെങ്കിലും പഠിച്ചില്ലെങ്കിലും, ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഇതെല്ലാത്തിന്റെയും ഉത്തരവാദി ഞാനാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എല്ലാത്തിന്റെയും ഉത്തരവാദി ഞാൻ മാത്രമാണോ? അല്ല. ഐ എം എ കോ ക്രിയേറ്റർ. ഞാൻ കോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? നമ്മൾ വണ്ടി റോഡിലൂടെ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കുമ്പോൾ നമ്മളെ ഇടിക്കേണ്ട ആളെ പോലും നമ്മൾ കോ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പക്ഷെ അറിയാറില്ല.
നമ്മൾ കോ ക്രിയേറ്റ് ചെയ്താണ് ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എ കോ ക്രിയേഷൻ. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സിഗ്നൽ അയക്കുന്നുണ്ട്, ഓക്കെ നിങ്ങൾ വന്ന് എന്നെ ഇടിക്കും, നമുക്ക് രണ്ടുപേരും ഇടിച്ച് നമുക്ക് രണ്ടുപേരും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം. ഇറ്റ്സ് എ കോ ക്രിയേഷൻ. ഇതെല്ലാം കേൾക്കാൻ രസമാണെങ്കിലും ഇതിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. ഐ റെസ്പെക്ട് ഇറ്റ്. അല്ലാതെ ഇത് ഇന്ന് പറഞ്ഞതുകൊണ്ട് നാളെ മുതൽ ഒരു വലിയൊരു ഭാരം എടുത്ത് നെഞ്ചത്ത് വെച്ച് അയ്യോ എല്ലാം ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, സോ ഞാനൊരു വലിയ ഒരു അപരാധിയാണ് എന്ന് കരുതി സ്വയം നശിക്കാനല്ല ഉദ്ദേശിച്ചത്. ഇറ്റ്സ് എ പോസിബിലിറ്റി തോട്ട്. ഇതിന്റെ പോസിബിലിറ്റി കാണുക എന്നുള്ളതാണ്. എങ്കിൽ ഓരോ നിമിഷവും ഇത് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ കോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ, ചോദിക്കാൻ തുടങ്ങാതെ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ അത് ചോദിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു ചിന്ത എന്താണ്? ഐ ആം എ സീറോ. ഐ ഡോണ്ട് നോ എനിത്തിങ്. ഐ എം ജസ്റ്റ് എ സീറോ. സീറോ ആണ് ഞാനെന്ന് മനസ്സിലാവണം. ശൂന്യമാണ്, വാക്വമാണ് ഞാൻ. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് നമ്മളോട് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പ്രെയർ എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ എനിത്തിങ്, എന്റെ ഈശ്വര എനിക്ക് ഉള്ള അറിവും കൂടി എടുത്തോണ്ട് പോകും. എന്നെ ഒരു മണ്ടനാക്കി തന്നാൽ, ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളാക്കി തന്നാൽ, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിലിറ്റി. കാരണം നമ്മുടെ അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം, നമ്മുടെ അല്പ അറിവ്. സോ അതുകൊണ്ടാണ് ബ്രഹ്മഋഷി പത്രിജി എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മിനിമം 1,00,000 ബുക്ക് വായിക്കുക. എത്ര ബുക്ക്? 1,00,000 ബുക്ക്. അല്ലാതെ 5-6 ബുക്ക് വായിച്ചിട്ട് നമ്മൾ എനിക്ക് ദീപക് ചോപ്ര അറിയാം, എനിക്ക് ഇയാളെ അറിയാം, എനിക്ക് ഇയാളെ അറിയാം, അങ്ങനെ ഐഡന്റിഫൈഡ് ആവാതെ കുറെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വായനയ്ക്ക് അപ്പുറമാണ് നിങ്ങളുടെ സത്യം. ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് കോൾഡ് വേദാന്തം. ഏത് വ്യക്തിയും എൻലൈറ്റൻമെന്റ് സ്റ്റേറ്റിന് തൊട്ട് മുമ്പ് അച്ചീവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് വേദ അന്തം. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല മാസ്റ്റേഴ്സും റീഇൻകാർണേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈഫിലെങ്കിലും അവർ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ലൈഫായിരിക്കും. അതിന്റെ വലിയ എക്സാമ്പിൾ ആണ് സദ്ഗുരു പലപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ളത്. സദ്ഗുരു സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലായിരുന്നു, പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത രസകരമായ ഒരു മാസ്റ്ററാണ് രമണ മഹർഷി. രമണ മഹർഷി 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിത്തം നിർത്തിയതാണ്. സ്റ്റാർട്ട് എക്സ്പെരിമെന്റിങ് ഇൻ വൺ സെൽഫ്. അതിന്റെ അർത്ഥം സ്കൂൾ അടച്ചു പൂട്ടണമെന്നല്ല, പക്ഷേ ഇങ്ങനത്തെ സ്കൂളാണെങ്കിൽ അത് അടച്ചു പൂട്ടുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനത്തെ സ്കൂൾ അല്ല നമുക്ക് വേണ്ടത്. സ്കൂളിലൂടെ ഒരു കുട്ടി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ തോട്ട് ഐ ഡോണ്ട് നോ, ദിസ് ഈസ് എ വാസ്റ്റ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എനിക്ക് അറിയണം. ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ, CEO ആവുമ്പോൾ, MD ആവുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഉയരും തോറും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട തോട്ട് എന്ന് പറയുന്നത് വാസ്റ്റ് എക്സ്പീരിയൻസ്. സോ എങ്ങനെയാണ് അവേക്കൻ സംഭവിക്കുന്നത്? അവേക്കൻ എന്ന വാക്കിൽ തന്നെ സിമ്പിൾ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. AWAKEN. വാട്ട് ഈസ് A? A ഈസ് അലോവിങ്. അലോവിങ് എന്നുള്ളതിന് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിക്കുക. എന്തനുവദിക്കാനാണ്? നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, ഒരുപാട് എനർജീസ് ഇല്ലേ, നമ്മൾ ഇതിനെ ഒന്ന് അനുവദിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ അനുവദിക്കും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല എന്നുള്ള അവസ്ഥയല്ല. അനുവദിച്ചു നോക്കുക. എന്താണോ അത് വരുന്നത്, വരാനായിട്ട് നമ്മൾ ഒരു ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെയാണ് നമ്മൾ ആദ്യം എന്താ പറയാ, നമ്മള് ബ്രിട്ടീഷുകാരെ കൂടെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ഒരു മനസ്സുണ്ടല്ലോ, എന്താണ് അതിന് പറയുന്നത്? അതിഥി ദേവോ ഭവ. നമ്മളെ ആതിഥ്യ മര്യാദ എന്ന് പറയുന്ന ആസ്പെക്ട് അവിടെയാണ് ആക്ച്വലി. അല്ലാതെ എല്ലാവരും വിളിച്ചു വരുത്തി നമ്മുടെ സ്വത്തും എല്ലാം കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ ബെഡ്റൂമിൽ കിടത്തിയിട്ട് അവരുടെ തല്ല് നമ്മൾ കൊള്ളണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ഭാരതത്തിൽ മനസ്സിലാക്കിയതിന്റെ തെറ്റായ ധാരണയാണ്. അതിഥി ദേവോ ഭവ മീൻസ് കംപ്ലീറ്റ്ലി അലൗ ദി യൂണിവേഴ്സൽ എനർജി. യൂണിവേഴ്സൽ എനർജി അലോ ചെയ്യാനാണ്, അല്ലാതെ ബ്രിട്ടീഷുകാരെ അലോ ചെയ്യാനല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ പഴയ രാജാക്കന്മാർക്ക് അത് മനസ്സിലായില്ല. നമ്മൾ അതിനെ മനസ്സിലാക്കി വെച്ചത് തിരിച്ചാണ്. ആക്ച്വലി യൂണിവേഴ്സൽ എനർജി, ബി എൻലൈറ്റൻഡ്. അതിന് ഫസ്റ്റ് യൂണിവേഴ്സൽ എനർജി അലോ ചെയ്യുക. നമ്മളിലേക്ക് എന്താണോ ഒഴുകുന്നത് അതിനെ അലോ ചെയ്യുക. ഈ നിമിഷം നമുക്ക് ചുറ്റിനും മാസ്റ്റേഴ്സ് ഉണ്ടാവും, നമുക്ക് ചുറ്റിനും ഒരുപാട് ശക്തികൾ ഉണ്ടാവും. ആദ്യമായിട്ട് എന്നോട് ഇത് ഷെയർ ചെയ്യുന്നത് എന്റെ അപ്പൂപ്പനാണ്. അദ്ദേഹം തിയോസഫിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പലരും, മരിച്ച് ഈ ലോകത്തുനിന്ന് പോയ പലരും നമുക്ക് ഷെയർ ചെയ്യും, അവർ നമ്മളെ സഹായിക്കും. അന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് ഒന്നും അറിയാതെ 180 ഡോക്ടേഴ്സിനെ വെച്ച് ക്ലാസ് എടുക്കുമ്പോഴാണ് ഞാൻ മനസ്സിലായത് ഒരുപാട് ശക്തികൾ ചുറ്റിനും ഉണ്ടെന്നുള്ളത്. കാരണം എനിക്കൊന്നും അറിഞ്ഞൂടാ, അവിടെ പറഞ്ഞ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. പക്ഷെ ആ ശക്തികൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇപ്പോഴും എനിക്ക് പലതും അറിയില്ല. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവേക്കൻ വിസ്ഡം വിത്തിൻ എന്ന ടോപ്പിക് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരുന്നു. മാസ്റ്റേഴ്സ് വാണ്ട് ടു ഷെയർ, ഹയർ സെൽഫ് വാണ്ട് ടു ഷെയർ.
ഐ ഡോണ്ട് നോ എനിത്തിങ്. അത് നമ്മൾ ഓരോരുത്തർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി സ്റ്റാർട്ട് അലോവിങ്. അത് അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് അനുവദിക്കാൻ ഒക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്നതിന് അനുവദിക്കാൻ പറ്റുമോ? അലോ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? വാച്ച്. വെറുതെ അലോ ചെയ്യരുത്. വാച്ച്. W for watch. Again another A for accept as it is. Accepting as it is എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അലോ ചെയ്തു. ഓക്കെ, നമ്മൾ അലോ ചെയ്തപ്പോൾ പോസിറ്റീവ് എനർജി വരും, നെഗറ്റീവ് എനർജിയും വരും, എല്ലാ എനർജിയും ഒരുമിച്ച് വരും. അപ്പൊ എന്ത് ചെയ്യും? വാച്ച് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് എന്ന് മനസ്സിലായി. അപ്പൊ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കലോ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കലോ അല്ല. നെഗറ്റീവ് ഈസ് നെഗറ്റീവ്. നമ്മൾ എല്ലാവരും പറയാറുണ്ട് there is no right and wrong. No, there is right, there is wrong. But what is right, what is wrong? അതെങ്ങനെ തിരിച്ചറിയും? എങ്ങനെയാണ് നമ്മുടെ റൈറ്റ് ആൻഡ് റോങ് തിരിച്ചറിയും? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള മനസാക്ഷിയാണ് ഈ ലോകത്തുള്ളത്. ഒരു കൊലപാതകിയുടെ വീട്ടിൽ ജീവിക്കുന്ന, അതായത് ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ ഒരു കോഴിയെ കൊല്ലുക എന്ന് തന്നെ വിചാരിക്കുക. കൊല്ലുക എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഒരു സിസ്റ്റം ആണ് എങ്കിൽ അവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഒരു കോഴിയെ കൊല്ലുക എന്ന് പറയുന്നതിൽ ഗിൽറ്റ് ഒന്നും ഉണ്ടാവില്ല. ആർക്കും ഗിൽറ്റ് ഉണ്ടാക്കാനും പറ്റില്ല അവർക്ക്. ബിക്കോസ് ഫാമിലി കോൺഷ്യൻസ് അവരെ സപ്പോർട്ട് ചെയ്യും. ഫാമിലിയുടെ മനസാക്ഷി ഉണ്ടാവും. പക്ഷേ ഏറ്റവും വലിയ മനസാക്ഷി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അവർ സോൾ കോൺഷ്യൻസ്. നമ്മുടെ സോളിന് ഒരു മനസാക്ഷി ഉണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സോൾ പ്ലാനിനകത്താണ് അത് കിടക്കുന്നത്. ആ മനസാക്ഷിക്ക് ഒത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്തപ്പോഴാണ് പലപ്പോഴും നമ്മൾ പല രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് അവർ അവയർനെസ് ബാക്ക് ടു സോൾ കോൺഷ്യൻസ്. നമ്മളിവിടെ എന്തിനാണ് ജനിച്ചത്? നമ്മളിവിടെ വന്ന് ഇങ്ങനെ നിരന്തരം ആളുകൾ പണിയെടുത്തോണ്ടിരിക്കും. ആളുകൾ ഒരിക്കലും ഓക്കെ ഞാൻ ഹെൽത്ത് കോൺഷ്യസ് അല്ലാത്തതാണ്, ഓക്കെ ഞാൻ ജിമ്മിൽ പോയി, ഞാൻ രാവിലെ ഓടി, ഞാൻ വൈറ്റമിൻ ഗുളികകൾ കഴിച്ചു, എന്നിട്ടും എന്ത് പറ്റി? പെട്ടെന്ന് 30ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. എന്തിനാ ഹാർട്ട് അറ്റാക്ക് വന്നത്? എനിക്കറിയുന്ന ഒരു മാസ്റ്റർ ഉണ്ട്. ആ വ്യക്തിക്ക് അറ്റാക്ക് വരുന്നത് 29ാമത്തെ വയസ്സിലാണ്. പക്ഷെ അറ്റാക്ക് വന്നപ്പോൾ ആ വ്യക്തിക്ക് അവയർനെസ് ഉണ്ടായിട്ട് ആ വ്യക്തി എന്ത് മനസ്സിലാക്കി? ആ വ്യക്തി യോഗ മാസ്റ്റർ ആയിരുന്നു. ബിക്കോസ് അതായിരുന്നു ആ ലൈഫിലെ പർപ്പസ് പുള്ളിയുടെ. പക്ഷെ അത് അവയർനെസ് ഉണ്ടാകൊണ്ടാണ് അത് സാധിച്ചത്. പലപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ഡോക്ടർ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ അറ്റാക്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ആ പെയിനിലൂടെ കടന്നു പോകാൻ സാധിച്ചാൽ, നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഹാർട്ടാണ്, അല്ലാതെ മരിച്ചു പോകാനൊന്നും പോകുന്നില്ല. മരിച്ചു പോകില്ല. മരിച്ചു പോകണമെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കണം. നമ്മൾ തീരുമാനിക്കാത്ത ഒരു നിമിഷവും നമ്മൾ മരിച്ചു പോകാൻ പോകുന്നില്ല. ബട്ട് വൺസ് യു ഡിസൈഡഡ് ടു ഡൈ, യു ഡൈ. അത് ഒരുപാട് പേരുടെ കേസിൽ എനിക്കറിയാം. എന്റെ അപ്പച്ചിയുടെ ഉൾപ്പെടെ എനിക്കറിയാം. മരിക്കാൻ തീരുമാനിക്കുന്നത് വരെ ഈ ലോകത്തുണ്ടായിരുന്നു. അല്ലാതെ അസുഖം വരുന്നവരാണ് മരിക്കുന്നതെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും മരിച്ചു പോകണ്ടേ? കൊറോണ വന്നാൽ മരിച്ചു പോകുമോ? മരിച്ചു പോകില്ല. മരിക്കാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചു പോകും. ഇനിയെങ്കിലും അതിനെ ഉറച്ചു മനസ്സിലാക്കുക. നമ്മൾ മരിക്കാൻ ഡിസൈഡ് ചെയ്യാത്ത ഒരു നിമിഷം നമ്മൾ മരിക്കാൻ പോകുന്നില്ല. ഡിസൈഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട് ഓരോ വ്യക്തികളും. ഓക്കെ, നൗ ഐ ആം റെഡി. ഇത് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സെഷൻസ് തന്നെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽസ്, മാസ്റ്റേഴ്സ്, ഗൈഡ്സ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ അടുത്ത് വരും, നമ്മളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. ഈ നെഗോസിയേഷനിലും അവരൊരിക്കലും നമ്മളിവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നില്ല. വി ഹാവ് ഇനഫ് ടൈം. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ കൂടി പോകുന്നുണ്ടാവും, ഈ മനുഷ്യൻ ആകെ പ്രാന്താണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യേണ്ട 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ എക്സ്പീരിയൻസിനുള്ള സാധനം നോട്ടിഫിക്കേഷൻ വരും. ആ സമയം ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറയുന്നത്. ഓൾറെഡി അറിയുമ്പോൾ ലിങ്ക് കിട്ടും, കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇനിയെങ്കിലും നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ വിചാരിക്കും ഐ ആം ദി വിക്ടിം ഓഫ് ലൈഫ്. ഞാൻ ലൈഫിന്റെ ഒരു വിക്ടിമാണ്, രോഗത്തിന്റെ വിക്ടിമാണ്, കൊറോണയുടെ വിക്ടിമാണ്. കൊറോണ വന്ന വിക്ടിം ആയിട്ടില്ല. ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്ലി എന്റെ ലൈഫിൽ കൊറോണ എന്ന് പറയുന്നത് ഒരു സൂപ്പർ അബണ്ടൻസ് തിങ് ആയിരുന്നു എന്റെ ലൈഫിൽ. കൊറോണ വന്ന എന്റെ ലൈഫേ ചേഞ്ച് ആയി, ട്രാൻസ്ഫോംഡ് ആയി ലൈഫ്. ഓരോ ദിവസം ഓരോരോ പുതിയ അവേക്കനിങ് ആണ് ഉണ്ടായത്. ഓരോ വ്യക്തികൾ സ്പിരിച്വലി വർക്ക് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയോ, കൊറോണ എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ആണ് അവരുടെ ലൈഫിൽ. പക്ഷേ സ്പിരിച്വലി ഉയരാൻ തയ്യാറല്ലാത്ത ഓരോ വ്യക്തികൾക്കും കൊറോണ എന്ന് പറയുന്ന ഏറ്റവും വലിയ കഷ്ടകാലമാണ്. പക്ഷെ ഏതാണ്? അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഗ്രോ ചെയ്യാൻ വന്ന ആളുകളെ സംബന്ധിച്ച് കൊറോണ ഗിഫ്റ്റ് ആണെങ്കിൽ കൊറോണ ഈസ് എ വിസ്റ്റം ആക്ടിവേറ്റർ ആണ്. നമ്മളിലെ വിസ്റ്റം, നമ്മളിൽ ഉറങ്ങിക്കിടന്ന കമ്പാഷനേറ്റ് സ്പേസ് ഇത് ഓപ്പൺ ചെയ്യാൻ വന്നതാണ് കൊറോണ. സോ അതിന് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് കേട്ടാലും പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. അതിന് വാക്സിൻ കണ്ടുപിടിക്കണില്ലെങ്കിൽ അത്ര നല്ലത്. വാക്സിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ എക്സിസ്റ്റ് ചെയ്യും. എന്റെ അമ്മാവൻ, അമേരിക്കയിലുള്ള അമ്മാവന് കൊറോണ വന്ന് എന്താ പറയുക, ഒരു കൺജഷൻ പോലും ഉണ്ടായില്ല. വന്നു എന്ന് പറഞ്ഞു, പോയി എന്ന് പറഞ്ഞു. നത്തിങ് ഹാപ്പൻ. ബട്ട് ഇറ്റ്സ് ഓൺലി എ പ്രോഗ്രാം. മറ്റാരോ, നമ്മൾ അറിയാതെ മറ്റാരുടെയോ ലാഭത്തിന് വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ
അടിമകളായിട്ടാണ് നമ്മൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. കൊറോണയ്ക്ക് വാക്സിൻ വേണം, കൊറോണയിലൂടെ നമ്മൾ എന്തോന്നായിത്തീരും, വെറുതെയാ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു വാക്സിനും ഇല്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വി വിൽ എക്സിസ്റ്റ്. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ എൻ്റെ അമ്മാവനെ നിന്ന് മനസ്സിലാക്കിയത്. അമ്മാവന് ഒന്നും സംഭവിച്ചില്ല, ഒരു പനി പോലും നേരം ഉണ്ടായില്ല. ടെസ്റ്റിലുണ്ട് കൊറോണ, ടെസ്റ്റ് വിട്ടപ്പോൾ കൊറോണ ഇല്ല. സോ വാട്ട് ഈസ് അവർ ഇന്നർ വിസ്ഡം? റിയൽ ഇന്നർ വിസ്ഡം ഈസ് അഹം ബ്രഹ്മാസ്മി, ഐ എം ദ ഗോഡ്. കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാനും കുറെ കാലമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോണ്ടിരിക്കുക. പ്രത്യേകിച്ച് ബ്രഹ്മഋഷി പത്രിജിയുടെ ഏത് സെഷൻ അറ്റൻഡ് ചെയ്താൽ അദ്ദേഹം പറയും മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ മാസ്റ്റേഴ്സ്, മൈ ഡിയർ ഗോഡ്സ്. അല്ലെ, കേൾക്കാൻ നല്ല രസമല്ലേ? പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി ഇഷ്ടമാണ്. അതാണ് ആദ്യത്തെ ചോദ്യം. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് റെസ്പോൺസിബിലിറ്റി? ആ റെസ്പോൺസിബിലിറ്റി ഇഷ്ടമാണ്. ഐ ആം ഗോഡ്, then I am responsible for my life. ലൈഫ് നന്നായാലും ചീത്തയായാലും. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, വെൻ യു ആർ എ ഹിറ്റ്ലർ, ഞാൻ ഹിറ്റ്ലർ ആയിട്ട് ഇവിടെ ജനിച്ചു എന്ന് വിചാരിക്കുക. എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആ ലൈഫിലൂടെ ഞാനെന്തോ പഠിക്കുന്നുണ്ടോ? അല്ലേ? സപ്പോസ് ഞാനൊരു ഹിറ്റ്ലർ ആണെങ്കിൽ, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാനൊരു ഹിറ്റ്ലർ ആണെങ്കിൽ ഞാൻ എന്തായിരിക്കും പഠിക്കുന്നത്? ഞാൻ വെറുതെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ആരെ വേണമെങ്കിലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയ കഴിവല്ലേ ആ വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു മഹാദ്രോഹിയെ പറ്റി സംസാരിക്കാന്ന് തോന്നുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ സോൾ എന്തായിരിക്കും പഠിക്കുന്നത്? രാവണൻ എന്തായിരിക്കും പഠിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? രാമൻ പഠിച്ചതുപോലെ തന്നെ രാവണൻ പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് രാവൺ ഈസ് എ വെരി ഹയർ സോൾ. ആ വ്യക്തിയുടെ സോളിന്റെ പവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വ്യക്തി വോളണ്ടിയർലി വരുന്നതാണ് എർത്തിലേക്ക്, ഞാൻ വില്ലൻ ആവാന്ന്. അല്ലാതെ വില്ലനൊന്നും അല്ല. പക്ഷെ എന്തിനാണ് ആ വോളണ്ടിയർലി വരേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു ഈഗോ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു സോളിൽ, ഒരു അഹങ്കാരം. അത് കളയാനായിട്ട് ആ വ്യക്തി സ്വമേധയാൽ എടുത്ത ഡിസിഷനാണ് ഞാൻ രാവണനായിട്ട് വരാം. കംസൻ, ദേ ആർ ഗ്രേറ്റർ സോൾസ്. നമ്മുടെ ഇവിടുത്തെ ജഡ്ജ്മെന്റ് ഒന്നും വർക്ക് ചെയ്യില്ല ഈ ഗ്രേറ്റർ സോൾസിനെ മനസ്സിലാക്കാൻ. എന്തിന്? ഇൻട്രസ്റ്റിംഗ്ലി യേശുക്രിസ്തു റീസെന്റ് കൂടി ഞാനൊരു സെഷനിൽ കണ്ടതാണ്. യേശുക്രിസ്തു സഫർ ചെയ്തില്ലേ എന്ന ചോദ്യം വരുമ്പം യേശുക്രിസ്തു വളരെ ചിരിച്ചുകൊണ്ട് പറയുന്നത്, എനിക്കൊരു സഫറിങ് ഉണ്ടായില്ല, ബിക്കോസ് ഐ ക്രിയേറ്റ് ദിസ്. വൈ ഐ ക്രിയേറ്റ് ദിസ്? അങ്ങനെ ഒരു ക്രിയേഷൻ ഇല്ലാതെ ആരെയും പെട്ടെന്ന് അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോഴും വിശ്വസിക്കും യേശുക്രിസ്തു ഇങ്ങനെ കുരിശിൽ കിടന്ന് ആകെ സഫർ ചെയ്ത്, അതുകൊണ്ട് ഞാനും സഫർ ചെയ്യണം, ക്രിസ്ത്യൻസ് ആയ സഫർ ചെയ്യണം, സഫറിങ്. നോ, ഒറ്റ സ്ക്രിപ്റ്റേഴ്സിൽ സഫറിങ്ങിനെ പറ്റി എഴുതി വെച്ചിട്ടില്ല. എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും ഒന്നേ എഴുതി വെച്ചിട്ടുള്ളൂ, ആനന്ദത്തിൽ ജനിച്ച് ആനന്ദത്തിൽ മരിക്കാനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡെത്ത് ഇറ്റ്സെൽഫ് ഈസ് എ സ്മൈൽ. ചിരിച്ചുകൊണ്ട് മരിക്കുക. അറ്റ്ലീസ്റ്റ് അവർക്ക് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റിയാൽ ഞാൻ അതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈവൻ എന്റെ അച്ഛനും അമ്മയും ഞാനാണെങ്കിൽ ആരാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നതാണ്, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ഉള്ളിൽ ഒരു അവയർനെസ് ഉണ്ടാവുക, വിളിച്ചു വരുത്തിയിട്ട് മോനെ അല്ലെങ്കിൽ മോളെ ടാറ്റ പോവാണ്, യെസ് സീ യു ഇൻ അനദർ ലൈഫ് ടൈം. നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റും. അങ്ങനെ മരിക്കണമെങ്കിൽ നമ്മുടെ ഒരുപാട് ബിലീഫ്സിനെ നമ്മൾ ഷാറ്റർ ചെയ്യാൻ തയ്യാറാവണം. എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കിടന്ന് നമ്മൾ മരിക്കുന്ന സമയം ഹാപ്പി ആയിട്ട് പോകും. അവിടെ ഗ്രീഫുകൾ ഉണ്ടാവോ? നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളോട് ഒന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ മകനോ മകളോ ആരോ ആയിക്കോട്ടെ നിങ്ങളോട് പറയാണ്, ഞാൻ പോവാണ്, പോയിട്ട് വരാം. വിഷമം ഉണ്ടാവും, ഇല്ലാന്നല്ല. ഏതൊരു വ്യക്തി പോകുമ്പോൾ ഒരു സ്പേസിൽ വാക്വമിനകത്തൊരു വിഷമം ഉണ്ടാവും. ബട്ട് ആ ഗ്രീഫ് ഈസിലി കരഞ്ഞു തീർക്കാവുന്ന ഗ്രീഫേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അറ്റാച്ച്മെന്റിന്റെ ഗ്രീഫ് ഉണ്ടാവില്ല. അയ്യോ ഞാനെന്തോ ചെയ്തില്ല, ഞാനെന്തോ കൊടുത്തില്ല, ഞാൻ ചെയ്തില്ല, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. സോ ആ അവയർനെസ്സിലേക്ക് എത്തിച്ചേരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കൊറോണ. ഇനി വരാൻ പോകുന്ന ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു ജനറേഷൻ വിശ്വസിക്കാൻ പറ്റില്ല. ആ ജനറേഷൻ സംഭവിക്കാൻ പോകുന്നതാണ്. മരണമൊക്കെ അവർ മുൻകൂട്ടി പറയും, യെസ് ഞാൻ അടുത്ത 6 ദിവസം കഴിയുമ്പോൾ ഐ ആം ലിവിങ്. സിമ്പിൾ. അമേരിക്ക പോകുന്നു, ദുബായി പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ദുബായിലുള്ളവർ കേരളത്തിൽ വരുന്നു പറയുന്ന പോലെ, എനിക്ക് വിസ കിട്ടി, ടിക്കറ്റ് റെഡി, ഐ ആം ഗോയിങ്, സ്റ്റാമ്പിങ്. ഇല്ലേ? ദാറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ ബീങ്. നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൂയിസൈഡ് എന്ന ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊട്ടൻഷ്യാലിറ്റി അറിയില്ലാത്തതുകൊണ്ടാണ്. പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് അതിനുള്ള. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീറോ. ഐ ഡോണ്ട് നോ. ഈ നിമിഷം മുതൽ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, എനിക്ക് ഒരു കുന്തും അറിഞ്ഞൂടാ, നത്തിങ്. നമ്മൾ പറയുന്നത് എന്താണ്? ഹെൽപ്ലെസ്നെസ് അല്ലേ? എല്ലാരും പറയും, അയ്യോ എനിക്ക് ഹെൽപ്ലെസ് ആയിപ്പോ. ഈ ഹെൽപ്പ് ചെയ്യണമെന്ന് എത്ര നിർബന്ധം എന്താണ്? എനിക്ക് ഹെൽപ്പ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഫീൽ എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും? എനിക്ക് ഹെൽപ്പ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണില്ല. ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് കോൾഡ് സീറോ സ്റ്റേറ്റ്. ആ സമയം ഏറ്റവും ബെസ്റ്റ് എന്താണ്? മെഡിറ്റേഷൻ. എനിക്ക് പലരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല ലൈഫിൽ. പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര വലിയ ഇവിടെ ഒരുപാട് വലിയ വലിയ ഹീലേഴ്സിനെ എനിക്കറിയാം ലോകത്ത്. സ്റ്റിൽ അവർക്ക് ചിലരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എത്ര വലിയ മൊഡാലിറ്റി നമുക്ക് അറിയാമെങ്കിലും അവരുടെ ഉള്ളിൽ മൊടയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല.
ഞാൻ പച്ചയായ ഭാഷയെ പറഞ്ഞു തന്നേ ഉള്ളൂ. അവര് നല്ല മോഡലിൽ ഇരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും, കാണട്ടെ. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എൻ്റെ അടുത്ത് വന്നൊരു സെഷൻ ചെയ്യാൻ പോവാണ്, ഞാൻ പറയാണ് എനിക്ക് ഇവിടെ ഒരു പെയിൻ ഉണ്ട്, മാറ്റി തരണം. നിങ്ങൾ വലിയൊരു റേക്കി ഹീലറാണ്, അല്ലെ പ്രാണിക് ഹീലറാണ്. ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ നടക്കത്തില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാ മാറ്റാൻ പറ്റൂല. ബിക്കോസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിലാണ്. പലരും അങ്ങനത്തെ ചലഞ്ചിങ്ങിനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഞാനൊന്ന് പാസ്റ്റ് ലൈഫ് നിങ്ങൾ കാണിച്ചു തരുമോ? പറ്റൂല. കാണിച്ചു തരാൻ ഇത് വീഡിയോ ഗെയിം ഒന്നും അല്ല, ചാനലിലൊന്നും അല്ല കാണിച്ചു തരാൻ. നിങ്ങൾക്ക് വേണോ, സൗകര്യം ഉണ്ടോ, ബാ. മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാണോ, പറയുന്ന ഗൈഡൻസിലൂടെ പോകാൻ തയ്യാറാണോ, ബാ. ചിലപ്പോൾ എന്റെ ടോൺ ഭയങ്കര അരഗന്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും, ബട്ട് ദാറ്റ്സ് എ ട്രൂത്ത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഗ്രോത്ത്, അല്ലാതെ വേറെ ആരുടെയും കയ്യിലിരിക്കുന്ന സാധനമല്ല. ദാറ്റ് ഈസ് അവർ റിയൽ വിസ്ഡം വിത്തിൻ. നമുക്ക് ഗ്രോ ചെയ്യണോ? മറ്റാർക്കും നമ്മളുടെ ഗ്രോത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ ഗ്രോത്തിൽ ആകെ ഈ ലോകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി നമ്മൾ മാത്രമാണ്. ഈ ടേം പലപ്പോഴും തോന്നും സെൽഫിഷ് ആണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി റിയൽ സെൽഫിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ്ലെസ് എന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നതാണ് റിയൽ സെൽഫിഷ്. റിയൽ സെൽഫ്ലെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് എന്താ പറയാ, സെൽഫിഷ്നെസ്സിന് മനസ്സിലാക്കാതെ കിടക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ഗ്രോത്ത് ആദ്യം ചിന്തിച്ചാൽ അതാണ് ആദ്യത്തെ സെൽഫ്ലെസ്നെസ്. പണ്ട് സ്വാമി ശിവാനന്ദയുടെ ഒരു ബുക്ക് ഞാൻ തുറന്നപ്പോൾ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ദി പർപ്പസ് ഓഫ് ലൈഫ് ഈസ് നത്തിങ് ബട്ട് മെഡിറ്റേഷൻ. ഞാൻ ആലോചിച്ചേ, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കലോ? നമ്മൾ ഒരാൾ മെഡിറ്റേഷൻ ചെയ്താൽ നമ്മൾ ഒരാളെ കൊണ്ടുള്ള ശല്യം തീർന്നു ഈ ലോകത്ത്. വലിയൊരു പർപ്പസ് അത്. നമ്മളെ കൊണ്ട് ഒരു വലിയ സ്വൈര്യക്കേടൊന്നുമില്ല. അത്രയും 10 പേര് മെഡിറ്റേഷൻ ചെയ്താൽ 10 പേരെ കൊണ്ടുള്ള സ്വൈര്യക്കേടില്ലല്ലോ. അത്രയും കുറച്ചല്ലേ ഉള്ളൂ ലോകത്ത്. അതാണ് പത്രിജി പോലുള്ളവരൊക്കെ വിളിച്ചിരുത്തി മെഡിറ്റേഷൻ ചെയ്യിക്കുന്നത്. ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. ബിക്കോസ് സീറോ മൈൻഡ്, സീറോ തോട്ട്. നമ്മളല്ലെങ്കിൽ ഇവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു വ്യക്തി എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ മനസ്സിന്റെ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മുഴുവനും ഒരു TV പ്രൊജക്ടറിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിച്ച ഏറ്റവും രസം, ഒരു സാധാരണ വീട്ടമ്മയെന്ന് വിചാരിക്കുക. അവരുടെ ഒരു മൈൻഡ് എടുത്ത് ഒരു സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് മിനിമം 1000 പ്രാവശ്യമെങ്കിലും മരിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? ഓരോ ദിവസവും വൈകി വരുമ്പോൾ മനസ്സിൽ എന്താണ്? ആക്സിഡന്റ്. അയ്യോ ആക്സിഡന്റ് ആയിരിക്കും. ഒന്നുകിൽ അങ്ങനെ, ഇല്ലെങ്കിൽ സീരിയൽ കാണുന്നവരാണെങ്കിൽ മിക്കവാറും ഒരു എന്താ പറയാ, ശ്രീകൃഷ്ണൻ തോറ്റു പോകുന്ന അത്രയും അഫെയർ ഉണ്ടോ അവർക്ക്, അല്ലെ? ഒരുപാട് ലവ് അഫെയർ ആയിരിക്കും. കാര്യം വെച്ചാൽ ഇതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തോട്ട്സ് ഇവിടെ ഇല്ല എങ്കിൽ, ഈ തോട്ട്സ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തലയ്ക്കകത്ത് നിൽക്കുന്ന സാധനമാണെന്നാണ്. നമ്മുടെ തലേന്ന് ഈ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ വീട്ടിലെ ഭിത്തിയിൽ പോലും ഈ തോട്ട്സിന് റിഫ്ലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ തോട്ട്സിന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അന്തരീക്ഷത്തിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വി നീഡ് ടു ചേഞ്ച് അവർ തോട്ട്സ്. സോ അവേക്കൻ ദി വിസ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഫസ്റ്റ് തിങ് ഈസ് റെഡി ടു ബി സീറോ. എങ്ങനെ സീറോ ആവും? എങ്ങനെ നമുക്ക് സീറോ ആവും? എത്രയൊക്കെ ടൺസ് ഓഫ് നോളജിനേക്കാളും എപ്പോഴും നല്ലത് ഔൺസ് ഓഫ് പ്രാക്ടീസ് ആണ്. നമുക്കൊന്ന് പ്രാക്ടിക്കലി അറിയണ്ടേ എങ്ങനെ സീറോ ആവാൻ പറ്റും. പക്ഷെ അതിന് ആദ്യത്തെ ചോദ്യം, സീറോ ആവാൻ തയ്യാറാവാത്ത ഒരാൾക്ക് സീറോ ആവാൻ പറ്റില്ല. സീറോ, എന്നെ ഒന്ന് സീറോ ആക്കി താ എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്ക്, എന്നെ കൊണ്ട് അതിനുള്ള കഴിവൊന്നുമില്ല. സീറോ ആക്കി തരാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ എനിക്ക് അറിയാവുന്നതിലൂടെ ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ സീറോ എന്താന്ന് അച്ചീവ് ചെയ്യും. സോ ആർ യു റെഡി? Yes, sir. Yes. Yes. Yes, sir. Only yes. Yes, Yes. sir. Sure. Yes. Yes, sir. Okay. So നമുക്കിനി അല്പസമയം പ്രാക്ടിക്കലി ഒന്ന് കടന്നു പോവാം. ഇപ്പം കണ്ണു തുറന്നിരിക്കുന്ന സമയം തന്നെ, ഇപ്പൊ കുറെ നേരമായിട്ട് ഘോരം സംസാരം കേട്ടോണ്ടിരിക്കുകയല്ലേ. ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ മാത്രം ഒബ്സർവ് ചെയ്യുക. വാം ഓർ കൂൾ, ജസ്റ്റ് ഒബ്സർവ്. കണ്ണ് തുറന്ന് തന്നെ, വാം ഓർ കൂൾ. ജസ്റ്റ് ടൈപ്പ്. വാം ആണെങ്കിൽ വാം, കൂൾ ആണെങ്കിൽ കൂൾ. വാം. ഓക്കെ. Wow. വാം. So you are experiencing energy. Yes. So you are experiencing energy. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ എന്താണ്? തണുപ്പല്ലേ? Cold. അപ്പൊ വി ആർ എക്സ്പീരിയൻസിങ് ദി സോൾ. സ്പിരിറ്റ് ഉണ്ടെന്ന് അർത്ഥം അല്ലേ? നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഒരു സ്പിരിറ്റ് അറിയുന്നില്ലേ? സ്പിരിറ്റിന് വേണ്ടി പോയി സ്പിരിറ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മൾ ഓൾറെഡി ഇൻ സ്പിരിറ്റിലാണ് ഇപ്പോ. ഓക്കെ, then close your eyes.
കണ്ണടച്ചിരിക്കുന്ന സമയം നമുക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ പോകുന്ന ലോകത്തിൽ യാതൊരു രീതിയിലുള്ള കണ്ണ് ടെസ്റ്റിംഗ് ഇല്ല. നമ്മുടെ ഈ ഒരു കാഴ്ചയുടെ ആവശ്യമേ ഇല്ല. സോ യു ക്യാൻ റിമൂവ് യുവർ സ്പെക്സ്, ക്ലോസ് യുവർ ഐസ്. ഈ സമയം ഞാൻ നിങ്ങളോട് ബാക്കിയുള്ള ലെറ്റേഴ്സും കൂടി ഷെയർ ചെയ്യാണ്. AWA വരെയാണ് ഞാൻ ഷെയർ ചെയ്തത്. A means accept as it is. Then K means keep at it. That means repetition of first three things. Allow, watch, accept. And E means zero expectation. E is expectation ആണ്. എക്സ്പെക്ടേഷൻ എത്രത്തോളം സീറോ ആവുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. And N means now. ഇപ്പോൾ, നാളെയല്ല, ഇന്നലെയല്ല, മറ്റന്നാളല്ല, ഇപ്പോൾ. സോ ഈ നിമിഷം മുതൽ നമ്മൾ ഒന്നുമായിട്ടും ഫൈറ്റ് ചെയ്യാനോ ഒന്നിൽ നിന്നും ഓടാനും ശ്രമിക്കുന്നില്ല. നമ്മൾ നല്ലതിനെയോ ചീത്തയോ ക്രിയേറ്റ് ചെയ്യാനും നോക്കുന്നില്ല, അൺക്രിയേറ്റ് ചെയ്യാനും നോക്കുന്നില്ല. എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെ അതായി അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റിംഗ് ആസ് ഇറ്റ് ഈസ്. സോ ഫസ്റ്റ് 2 minutes നമ്മളിൽ ഏറ്റവും സ്വതന്ത്രമായി നമ്മളിലേക്ക് വരികയും സ്വതന്ത്രമായി തിരിച്ചു പോവുകയും ചെയ്യുന്ന നമ്മുടെ ശ്വാസം നിരീക്ഷിക്കുക. The breath which is coming effortlessly, the breath which is leaving effortlessly. You are simply witnessing your breath. ഈ ശ്വാസം ശ്രദ്ധിക്കുന്ന സമയം ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ റെസ്റ്റ്ലെസ്നെസ്സോ ഡിസ്റ്റർബൻസോ പോസ്ചറിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്പം പോസ്ചറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ അതായി തന്നെ നിലനിൽക്കാൻ അനുവദിക്കുക. മാറ്റാൻ അനുവദിക്കുന്നില്ല, പക്ഷേ യു ആർ കീപ്പ് ഓൺ ഒബ്സർവിങ്. എന്ന് വെച്ചാൽ കാലുകൾ അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അനങ്ങിക്കൊണ്ടേ ഇരിക്കാനല്ല, അനങ്ങാൻ പ്രേരിതമായ ആ ഒരു എനർജിയെ ഒബ്സർവ് ചെയ്യുക, പക്ഷെ അനക്കാതിരിക്കുക. You simply make it a statue. You are a statue now. Whole body is just a statue. നമ്മളൊരു ടാബ്ലോയിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. സ്കൂളിലോ കൊച്ചിലെ LKG UKG ടാബ്ലോസ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്നിൽ പങ്കെടുക്കുകയാണ്. എ സ്റ്റാച്യു. നമുക്ക് പലപ്പോഴും ശരീരത്തിലൂടെ പലത് ഓടുന്നതായി തോന്നും, കൊതുക് കടിക്കുന്നതായി തോന്നും, ബട്ട് സ്റ്റിൽ വി ആർ ജസ്റ്റ് വിറ്റ്നസിങ്. That is called willpower. Activate our willpower. Willpower means our power to observe. നമുക്കുണ്ടാവുന്ന ഇൻസ്റ്റിങ്ക്റ്റിന് അതീതമായി നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന മൊമെന്റിൽ നമുക്ക് ലഭിക്കുന്ന പവറിന്റെ പേരാണ് വിൽ പവർ. ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളോട് പറയും, ചൊറിയാൻ പറയും, തട്ടിക്കളയാൻ പറയും, കൈയനക്കാൻ പറയും, കാലനക്കാൻ പറയും, ബട്ട് സ്റ്റിൽ വെൻ വി ഒബ്സർവ് ഇറ്റ് we are increasing the willpower. For a better meditation, willpower is more and more important. When you have will, you can easily allow yourself. ഏറ്റവും വില്ലുള്ള ഒരാൾക്ക് മാത്രമാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പോലെ നെഞ്ചും വിരിച്ച് ഒരു കാര്യത്തെ സ്വീകരിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവും. വെൽക്കം ചെയ്യാൻ സാധിക്കും. Anything, whether it is nice sensation, whether it is word sensation, any sensations, pain or itching, tingling or vibration, you can warm welcome everything. So ഓരോ നിമിഷവും ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോഴും ഉറക്കം വരാം, അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ക്ഷീണം വരാം, കോട്ടുവായിടാൻ തോന്നാം, അതിനെ ഒബ്സർവ് ചെയ്യാം. നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും, അതിനെ ഒബ്സർവ് ചെയ്യാം. ശരീരത്തിൽ അവിടെ ഇവിടെ അസ്വസ്ഥതകൾ വരാം, അതിനെ ഒബ്സർവ് ചെയ്യാം. ബട്ട് വി ആർ എ സ്റ്റാച്യു. The only activity is observation.
Observation is the nature of our soul. When you are observing, you are in soul consciousness. You are aligned with your soul purpose. When you want to move your body, you are in your mind activity. So അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മനസ്സിലായിക്കൊണ്ടേയിരിക്കുക. Am I in mind or am I in soul? മനസ്സിലാണോ സോളിലാണോ? മനസ്സിലാണോ സോളിലാണോ? When you are in mind, you are a slave of belief system. When you are in soul, you are in willpower. Soul power ആണ് will power. Soul energy ആണ് will. Will to change. So in this moment, I like you to observe your whole body. ശരീരത്തെ പൂർണ്ണമായി ഒബ്സർവ് ചെയ്യുക. ശിരസ് മുതൽ പാദം വരെ. ആദ്യം ശിരസിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശിരസിൽ നിന്ന് മെല്ലെ മെല്ലെ ശ്രദ്ധ താഴോട്ട് നെറ്റിയിലേക്ക്. ഓരോ ഭാഗവും ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യാനായി വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. നെറ്റിയിൽ നിന്ന് മെല്ലെ കണ്ണുകൾ ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോഴും പുഞ്ചിരിക്കുക. So more you are attending, more energy is rising inside. Completely attending your ears, ചെവികൾ ശ്രദ്ധിക്കുമ്പോഴും പുഞ്ചിരിക്കുക. കവിളുകൾ ശ്രദ്ധിക്കുക. കവിളുകൾ ശ്രദ്ധിക്കുമ്പോൾ പുഞ്ചിരിക്കുക. മൂക്ക് ശ്രദ്ധിക്കുക. ചുണ്ടുകൾ, മേൽചുണ്ട്, കീഴ്ചുണ്ട്, ആ സമയം പുഞ്ചിരിക്കുക. നാക്ക് ശ്രദ്ധിക്കുക. നാക്ക് പൂർണ്ണമായും വായുടെ ലോവർ പാലറ്റിൽ വിശ്രമിക്കാൻ അനുവദിക്കുക. Down and down to your neck and throat area, തൊണ്ട, കഴുത്ത് ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോഴും പുഞ്ചിരിക്കുക. ടോട്ടൽ അവയർനെസ് ഓൺ യുവർ ബോഡി, ടോട്ടൽ അവയർനെസ് ഓൺ വൺ സെൽഫ് ആൻഡ് യുവർ ബ്രെത്ത്. ഷോൾഡർ ശ്രദ്ധിക്കുക. വലത്തെ ഷോൾഡർ, വലത്തെ കൈയുടെ മുകൾ ഭാഗം, വലത്തെ കൈ മുട്ട്, വലത്തെ കൈയുടെ കീഴ്ഭാഗം, വലത്തെ കൈയുടെ റിസ്റ്റ്, വലത്തെ കൈയിലെ ഓരോ വിരലുകളും, തള്ളവിരൽ, ചൂണ്ടുവിരൽ, മധ്യവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, ഇതെല്ലാം ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോഴും പുഞ്ചിരിക്കുക. ലെഫ്റ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഷോൾഡറിൽ നിന്നും ലെഫ്റ്റ് കൈയുടെ മുകൾ ഭാഗം, ലെഫ്റ്റ് കൈ മുട്ട്, ലെഫ്റ്റ് കൈയുടെ കീഴ്ഭാഗം, ലെഫ്റ്റ് കൈയിലെ റിസ്റ്റ്, ഓരോ വിരലുകളും, തള്ളവിരൽ, ചൂണ്ടുവിരൽ, മധ്യവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, ഓൾ ഫിംഗേഴ്സ്, ഇതെല്ലാം ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ എഗെയിൻ പുഞ്ചിരിക്കുക. Complete attention on your back, spine, upper back, down and down to middle back, down and down to lower back. ഈ നിമിഷം പൂർണ്ണമായും നിശ്ചലമായി നിൽക്കുന്ന ബാക്കിലേക്ക് ശ്രദ്ധിക്കുന്ന സമയം നട്ടലിലൂടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ ചലനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള നാമവിശേഷങ്ങൾ, നെയിം ഓർ ഫോംസ് നൽകാതെ വെറുതെ ഒബ്സർവ് ചെയ്യുക, അറിഞ്ഞുകൊണ്ടിരിക്കുക. അതിനൊരു കുണ്ടലിനി എന്നൊരു പേരോ ഒന്നും കൊടുക്കാതെ മെല്ലെ അതിനെ അറിയുക. ആ ചലനം ആസ്വദിക്കുക. ആ നട്ടലിനുള്ളിൽ നടക്കുന്ന ആ ചലനം എത്ര എത്ര ആഴത്തിലേക്ക് അത് സഞ്ചരിക്കുന്നു എന്നറിയാൻ ശ്രമിക്കുക. നട്ടലിന്റെ കീഴിൽ നിന്നും മുകളിലേക്കും, നട്ടലിന്റെ മുകളിൽ നിന്നും കീഴിലേക്കും, നട്ടലിന്റെ ഉള്ളിലൂടെ വളരെ സൂക്ഷ്മമായ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചലനം. ആ ചലനം പൂർണ്ണമായി അറിയുക.
നട്ടലിൽ ശ്രദ്ധിക്കുന്ന അതേ സമയം വരുന്ന ശ്വാസവും പോകുന്ന ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന ആ ചലനം വളരെ സൂക്ഷ്മമായി അറിയാനും മനസ്സിലാക്കാനും ഉള്ള കഴിവ് കൂടിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ സാധിക്കും. അത് ആസ്വദിക്കുക. അതിനൊരു പേരോ അതിനൊരു പെരുമയോ നൽകാതെ അതിനെ പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഫ്ലോ ദി എക്സ്പീരിയൻസ് ആസ് ഇറ്റ് ഈസ്. അവിടുന്ന് മെല്ലെ ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നെഞ്ചിനുള്ളിലേക്ക് ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോഴും നെഞ്ചിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു ചലനം, ഒരു സ്പന്ദനം, വൈബ്രേഷൻ ഇൻസൈഡ്, സൈലൻസ് ഇൻസൈഡ്. അതിനാൽ ഉള്ളിലേക്ക് എല്ലാവിധ നെയിം ഫോമിന് അതീതമായ ആ ശൂന്യതയിലേക്ക് സഞ്ചരിക്കുക. Down and down to your abdomen, upper abdomen, middle abdomen, lower abdomen. പൂർണ്ണമായ whole abdomen. A space of womb. അതൊരു സ്ത്രീക്ക് മാത്രമായി ഒതുങ്ങുന്നതല്ലാത്ത ഒരു womb space. എല്ലാവരിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു womb space ആണ് abdomen. അവിടുന്ന് പൂർണ്ണമായ ശ്രദ്ധ അതിന്റെ സ്പോട്ടായി നിൽക്കുന്ന നേവൽ ഏരിയ, പൊക്കിളിന്റെ ഭാഗത്തേക്ക് നൽകുക. പതഞ്ജലി മഹർഷിയുടെ ഭാഷയിൽ പൊക്കിളിൽ ഏറ്റവും കൂടുതൽ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് ലഭിക്കുന്നതായിരിക്കും. സോ പൊക്കിളിൽ ശ്രദ്ധിക്കുന്ന സമയങ്ങളിൽ ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ, പൊക്കിളിനുള്ളിലായി വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ജീവന്റെ ആ ഒരു തുടിപ്പ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അനുഭവിച്ച അതേ തുടിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്ന ആ പോയിന്റിലേക്ക് ശ്രദ്ധയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് ശ്രദ്ധ ഡൗൺ ആൻഡ് ഡൗൺ ത്രൂ ഹിപ്പ് ഏരിയ, ബട്ടക്സ്, genitals, thighs, knees, calf muscles, ankles, toes. ഇതിലിങ്ങനെ ശ്രദ്ധിച്ച് ഹോൾ ബോഡിയെ പറ്റി പൂർണ്ണമായും അറിവുള്ള ഈ നിമിഷം ഐ എം ജസ്റ്റ് കൗണ്ടിങ് ഫ്രം 5 to 1. 5 നിന്ന് 1 കൗണ്ട് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ബ്ലിസ് എന്ന ഒരു അനുഭവം, അത് ഇന്നാവാം, ഇന്നലെ ആവാം, പണ്ടെപ്പോഴാവാം, കുട്ടിക്കാലത്താവാം, ഈ ജന്മം ഏതോ ഒരു സമയം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ബ്ലിസ് എന്ന ഒരു അനുഭവം. ആ ബ്ലിസ് എന്ന എക്സ്പീരിയൻസ് എവിടെയാണോ ഉണ്ടായിട്ടുള്ളത് ആ ഒരു മെമ്മറി, ആ ഒരു സിറ്റുവേഷൻ വളരെ ഈസിയായി നിങ്ങൾ തിങ്ക് ചെയ്യുകയോ ചിന്തിക്കുകയോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നമ്മളിലേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് ഏതാണോ അത് മാത്രം. ഇനി ഒന്നും വന്നില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ, വരണ്ടപ്പോ വന്നോളും. നമ്മൾ സമാധാനമായി ഒന്നും വരാത്ത സ്പേസിൽ ഇരിക്കുക. ഓക്കെ, ചിലപ്പോൾ മെമ്മറീസ് വരുന്നത് വളരെ വിഷ്വൽ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ മെമ്മറീസ് വരുന്നത് ശൂന്യമായിട്ടായിരിക്കാം, ഡാർക്ക് ആയിട്ടായിരിക്കാം, ലൈറ്റ് ആയിട്ടായിരിക്കാം. എങ്ങനെയാണോ ദി കൗണ്ട് റീച്ച് 1, എന്താണോ മുമ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യുക. 5, ജീവിതത്തിൽ ബ്ലിസ് എന്ന അനുഭവം അറിഞ്ഞിട്ടുള്ള ആ നിമിഷത്തിലേക്ക് മനസ്സ് മെല്ലെ മെല്ലെ ആഴത്തിൽ ഓരോരോ പടിക്കെട്ട് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. 4, എ ബ്ലിസ്ഫുൾ മൊമെന്റ്. 3, ജീവിതത്തിൽ ബ്ലിസ് അറിയുന്ന ആ നിമിഷം. 2 and 1. ഏത് നിമിഷമാണോ മുമ്പിൽ വന്നത് ആ നിമിഷം മുമ്പിൽ കാണുന്ന അതേ സമയം, ഈ സമയം പൂർണ്ണമായ ശ്രദ്ധ ശരീരത്തിലേക്ക് മാത്രമായി കൊണ്ടുവരിക. When you are seeing a memory, it's fine. When you are only feeling a darkness, it's fine. When you are feeling a light, it's fine.
ഓർ എനി കളേഴ്സ്, ഇറ്റ്സ് ഫൈൻ. എന്താണോ മുമ്പിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ എക്സിസ്റ്റൻസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശരീരത്തിൽ എന്താണ് അനുഭവിക്കുന്നത്? ശിരസ് മുതൽ പാദം വരെ എനിക്കിപ്പോൾ ബോധമുള്ള ഈ ശരീരത്തിൽ എന്ത് സെൻസേഷൻ, ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗം എൻ്റെ മുഴുവൻ അറ്റൻഷനും ഒരു വാക്വം പോലെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും. അത് ശിരസാവാം, മുഖമാവാം, കഴുത്താവാം, നെഞ്ചാവാം, നട്ടെല്ലാവാം, വയറാവാം, കീഴ്ഭാഗങ്ങളാവാം, വിരലുകളാവാം, അറ്റങ്ങളാവാം. എവിടെയാണ് പൂർണ്ണമായും ശ്രദ്ധ ഇപ്പോൾ എത്തിച്ചേരുന്നത്? ആ സ്പേസിൽ മാത്രം ശ്രദ്ധിക്കുക. ശരീരത്തിൽ എവിടെയാണോ ശ്രദ്ധ എത്തിച്ചേർന്നത് ആ ഒരു പ്ലേസ് മാത്രം. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സെൻസേഷൻ എന്താണെന്ന് അറിയുക. വാട്ട് ഈസ് ദ സെൻസേഷൻ ഐ എം എക്സ്പീരിയൻസിങ് ഓൺ ദിസ് പാർട്ട്? ആ പാർട്ടിലെ സെൻസേഷൻ എന്താണ്? വേദനയാണോ, ഇച്ചിങ് ആണോ, വൈബ്രേഷൻ ആണോ, ടിങ്ക്ലിംഗ് സെൻസേഷൻ ആണോ, നംനെസ് ആണോ, ലൈറ്റ്നെസ് ആണോ, ഹെവിനെസ് ആണോ, എന്താണ്? ആ സെൻസേഷൻ അറിയാൻ സാധിക്കുമ്പോൾ അതിലൂടെ മെല്ലെ ശ്വാസം വരികയും പോവുകയും ആ ശ്വാസ പ്രക്രിയയിലൂടെ അതിനുള്ളിലേക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഹോൾ അവയർനെസ് ട്രാവൽ ഡീപ്പർ ഇൻസൈഡ്. യു റീച്ച് ടു അനദർ ടെമ്പറേച്ചർ ലെയർ ഇൻസൈഡ്. ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ, ഈ സെൻസേഷൻ എല്ലാം ഉണർത്തുന്ന ഒരു ടെമ്പറേച്ചർ അറിയാൻ സാധിക്കും. അത് വാം ആയിരിക്കാം, കൂൾ ആയിരിക്കാം, ഹോട്ട് ആയിരിക്കാം, കോൾഡ് ആയിരിക്കാം. എന്താണോ ആ ടെമ്പറേച്ചർ അതിനെ അറിയാൻ ശ്രമിക്കുക. ആ അറിയുന്ന ടെമ്പറേച്ചറിന്റെ ഉള്ളിലേക്ക് വീണ്ടും ശ്വാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്തിച്ചേരുന്നത് ഒരു ഇമോഷനിലേക്കായിരിക്കും, ഒരു വികാരം. ആ വികാരം അവിടെ എന്താണ്? അതിനെ യാതൊരു രീതിയിലും ജഡ്ജ് ചെയ്യാതെ, സങ്കടമാണെങ്കിൽ സങ്കടം, ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സന്തോഷമാണെങ്കിൽ സന്തോഷം, പരാതിയാണെങ്കിൽ പരാതി, പരിഭവമാണെങ്കിൽ പരിഭവം, കംപ്ലൈന്റ് ആണെങ്കിൽ കംപ്ലൈന്റ്, എന്താണോ ആ ഒരു വികാരം, ആ വികാരത്തെ പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക. മാറ്റാൻ ശ്രമിക്കുന്നില്ല, അറിയാൻ മാത്രം ശ്രമിക്കുക. ദേഷ്യമാണെങ്കിൽ ഓക്കെ, ദേഷ്യമാണ്. സങ്കടമാണെങ്കിൽ സങ്കടമാണ്. ആ സങ്കടത്തിൽ നിന്നും കണ്ണീര് വരുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. സന്തോഷം വരുന്നുണ്ടെങ്കിൽ ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കുക. ബട്ട് അഗെയിൻ ഐ എം കൗണ്ടിങ് ഫ്രം 5 to 1. അതിനുള്ളിൽ നിലനിൽക്കുന്ന ലെയറിലേക്ക് മെല്ലെ മെല്ലെ യു ക്യാൻ അറ്റൻഡ് നൗ. 5. ആ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും എന്തൊക്കെ ഇമോഷനാണോ ആ വികാരങ്ങളുടെ വളരെ ഉള്ളിലേക്ക് അതിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു ഗർത്തം, ഒരു void space. 5. Going deeper inside that void. 4. That vacuum inside. 3. You are simply drawing all the attention and jumping to that void. 2, 1. Now you are inside a void. A void നകത്തിരിക്കുമ്പോൾ what you are feeling? Is it darkness? Is it light? Is it expansion? Is it contraction? എന്താണ് ആ വോയിഡിനുള്ളിലുള്ളത്? എന്താണ് ആ ഗർത്തത്തിനുള്ളിലുള്ളത്? എന്താണ് ആ വാക്വം സ്പേസിനുള്ളിലുള്ളത്? എന്താണ് ആ ശൂന്യം? Sometimes you experience fear of loneliness, you experience anxiety, but you keep accepting as it is. You are not changing, not fighting, not flighting. അതുമായിട്ട് യുദ്ധം ചെയ്യുന്നുമില്ല, അതിൽ നിന്ന് ഇറങ്ങി ഓടുന്നുമില്ല. അതിലെന്താണോ എക്സ്പീരിയൻസ്? ആ വോയിഡ്, ദാറ്റ് വാക്വം. ആ വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന സെൻസേഷൻസ്, എവറിത്തിങ്. ബട്ട് യു ആർ ഇൻ ദാറ്റ് വാക്വം. ഇൻ ദിസ് മോമെന്റ് അഗെയിൻ ഐ എം കൗണ്ടിങ് ഫ്രം 5 to 1. ഈ വാക്വത്തിന്റെയും വളരെ ഡെപ്തിലെ ഒരു സ്പേസിൽ നിന്നും ഒരു സ്ലൈഡിലൂടെ വളരെ ഈസിലി യു ആർ റീച്ചിങ് ടു ദി പോയിന്റ് കോൾഡ് 0 point field of the universal energy. 5, reaching to that pure potential. 4, very higher potential, a 0 space. 3, 2, it's called Mahashunyam. 1,
this space, you can listen everything. എല്ലാം കേൾക്കാൻ പറ്റുന്നു, അറിയാൻ പറ്റുന്നു, but feel silence, stillness, nothingness. In this space, you feel yourself, nobody, nothing, no one. Big Shunyam, Maha Shunyam, Nirguna, no guna, no rajas, no tamasik, no sattvic, nothing, no taste, no smell. Smell is there? Yes, but there is no smell. Taste is there? Yes, but there is no taste. That is a greater beyond state, a deep beyond state of consciousness. That is sucking you deeper, 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 deeper. In this deep space, you ask yourself what you want. എനിക്ക് ലൈഫിൽ ശരിക്കും എന്താണ് വേണ്ടത്? What I want. In this moment, I'm counting from 1 to 5. You spontaneously moving to a space where you are meeting your higher self, very enlightened, bigger version of you that is coming closer to you. 1. From this Mahashunya, you are totally sucking to that bigger version of you. 2. That is your full soul energy space. 3. Reach to that ultimate beyond space of consciousness. 4 and 5. You are meeting that possibility self. Whatever you want to experience, that bigger version, know clearly. എങ്ങനെയാണ് അത് വേണ്ടത്? എന്താണ് വേണ്ടത്? എന്ത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാൻ ഈ ലൈഫിൽ വന്നത്? ഈ ടൈം പീരീഡിൽ എനിക്ക് വേണ്ടത് എന്താണ്? Exactly your bigger version communicating to you, either through a touch on your third eye, or touching on your heart space, or a feeling of a big hug, or a big kiss on your forehead, or you feel a bigger vibration inside. But through that language is not the language which we already know. നമുക്കറിയാത്ത ഒരു ലാംഗ്വേജിലൂടെ നമ്മളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന നമ്മളിലെ സോൾ പർപ്പസ്, a true purpose is coming very closer now. From that space, when you are stepping down and down, you start seeing a lot of enlightened masters. It can be Jesus, it can be Buddha, it can be Krishna, it can be Ramana Maharshi, it can be Sai Baba. It can be any masters who already ascended to that space. Simply ask one guidance from that master. Whatever you want, you can ask. One question. Now. Again, stepping down and down. You reach to your soul group, soul friends,
ഓൾറെഡി ഈ ലോകത്തുള്ള നിങ്ങൾക്ക് അറിയുന്ന സോൾ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അവർ പ്ലേ ചെയ്യുന്ന റോള്, ദേ ക്യാൻ ബി എ ഹീറോ ടു യു ഓർ എ വില്ലൻ ടു യു, ബട്ട് വാട്ട് റോൾ ദേ ആർ പ്ലേയിങ്. എന്തിനവർ എൻ്റെ ലൈഫിൽ വന്നു, എന്ത് പ്ലേ ചെയ്യുന്നു, വാട്ട് ഈസ് ദ വിസ്ഡം അവരിലൂടെ എനിക്ക് ലഭിക്കുന്നു. Again stepping down and down. Now you are reaching just 5 inches above your head. With that bigger version of you is slowly dissolving, filling you in the form of a white light. A bigger version le ningalude energies melle melle center of your head ilude oru white light ilude fill your whole head, fill your whole forehead. That white light fill your entire eyes, ears, nose, cheeks, lips, chin, down, neck and throat area, shoulders and arms, whole upper body, chest, abdomen, spine, lower body. And you feel you are protected inside a cocoon of white light. A cocoon nullil. So peaceful. For last 1 minute. In this moment, I'm counting from 1 to 5. In the count, you can very slowly, gradually coming back, but with more awareness. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോൾ പർപ്പസ്, നിങ്ങളുടെ സോൾ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ സോളിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്താണ്, ഇഷ്ടങ്ങൾ എന്താണ്, ഇതിനെ നിങ്ങളിലേക്ക് കാണിക്കാവുന്ന can come in the form of a word, can come inside in the form of a thought, or a book is telling you, a movie is telling you, your partner, your mother, your father, your siblings, ആരെങ്കിലും അവരുടെ വാക്കുകളിലുള്ളിൽ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് എന്താണ്, അതിനുള്ളൊരു ക്ലൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ടുഡേ ദി എൻറ്റയർ ഡേ ബി അവെയർ, ടോട്ടലി അവെയർ. ഡോണ്ട് പേഴ്സണലൈസ് എനിത്തിങ്. എന്നോടെന്തോ പറഞ്ഞു എന്നുള്ളതിനപ്പുറം എനിക്ക് വേണ്ടതെന്തോ എനിക്ക് വരുന്നു എന്ന ആംഗിളിൽ ബി അവെയർ. എനിക്ക് വേണ്ടത് ഏത് രീതിയിലും വരാം. Can become in the form of an animal too, an image, a picture. So totally aware. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അവെയർ ആണ് എങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്താണോ അത് നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ചു കഴിയും. So through that sleep, entire sleep, process it. Once morning when you wake up, നാളെ രാവിലെ ഉണരുന്ന സമയം നിങ്ങൾക്കുണ്ടാവുന്ന ഫസ്റ്റ് തോട്ട്, how to implement that soul interest in my life. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്ന വ്യക്തികൾ പൂർണ്ണമായും ആ എക്സ്പീരിയൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. 1. So be aware from this moment. വരുന്നതിനെ പേഴ്സണലൈസ് ചെയ്യാനോ ഇമോഷണലി എൻട്രി ചെയ്യുന്നതിനപ്പുറം എനിക്ക് വേണ്ട എൻ്റെ സോൾ ഇൻട്രസ്റ്റിന്റെ ക്ലൂ എന്താണ് എന്നതിൽ പൂർണ്ണമായി ക്യൂരിയസ് ആയിരിക്കുക. Be a curious human again. 2. Be an aware being from this moment. 3. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായി ആ തോട്ട് ലഭിക്കുന്നുണ്ടാവും. 4. ആ ലഭിക്കുന്ന തോട്ട് രാത്രി ഉറക്കത്തിൽ പ്രോസസ് ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന തോട്ട് എന്താണ്, ആ തോട്ട് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന ഒരു നിശ്ചയമായിരിക്കാം, ഒരു പ്ലാൻ ആയിരിക്കാം. ആ പ്ലാനിന് ഒരു ലോജിക് ഉണ്ടാവില്ല. സോ ഡോണ്ട് ട്രൈ ടു മേക്ക് ഇറ്റ് എ ലോജിക് തിങ്. അക്സെപ്റ്റ് ദി ഇല്ലോജിക്കൽ ആസ്പെക്ട്. Again be open, again connect to the shunya. So within a period of 42 days, you know how to implement it completely. Either you implemented it, or when the project is big,
നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ടൈം എത്രയാണോ ആ ടൈമിനെ കുറിച്ച് പൂർണ്ണമായ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് 5, slowly rubbing your palms, placing on your eyes, open the possible you inside. Once you open your eyes, anybody who really want to share their experience, they can share. ഞാനൊന്ന് പറഞ്ഞോട്ടെ. യെസ്, ആരാണ്? അരുന്ധതിയാണ്. ആന്റി, ഒരു മിനിറ്റ് നോക്കട്ടെ, എവിടെയാണ് ആന്റി? ആന്റി കാണുന്നില്ലല്ലോ. ആന്റിയുടെ വീഡിയോ ഓഫ് ആണോ? ഇപ്പൊ ഓണായില്ലേ? ഓണായില്ലേ? നോക്കട്ടെ, ഇവിടെ വന്നോ നോക്കട്ടെ. ഫ്രണ്ടിൽ കാണുന്നില്ല. യെസ്, കാണാം. ഒരു മിനിറ്റ്, എനിക്ക് അങ്ങോട്ട് കാണാൻ വയ്യല്ലോ. എന്നെ കാണുന്നില്ലേ? ഞാൻ എന്തോന്നോ ചെയ്തു. ഇപ്പൊ വീണ്ടും ആന്റിയെ കാണുന്നില്ല. ഒരു മിനിറ്റ്. വിളിച്ചു കളിക്കണം. എനിക്കിത് മര്യാദക്ക് എന്താ ചെയ്യാൻ, ഞാൻ എന്തിലോ പിടിച്ച് ഞെക്കിയപ്പോ മാറി. ഓക്കെ. ഇപ്പൊ കാണാമോ? യെസ്. എന്നെ കാണാമോ? ഇപ്പം നോക്കട്ടെ, ഒരു മിനിറ്റ്. കാണുന്നില്ല, വീണ്ടും പോയി. ഉണ്ടല്ലോ, എന്റെ എല്ലാം ഓണാണ്. ശരി. പെട്ടെന്ന് പറഞ്ഞേക്കാം. എനിക്ക് എന്താന്ന് മനസ്സിലായത്, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതായത് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ പോയി കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെയോ ഔട്ട് ഓഫ് ഒരു സെൻസ് ആയിപ്പോയി. ഉറങ്ങിയതല്ല, പക്ഷെ എങ്ങനെയോ പോയിഡ് അങ്ങനെയെല്ലാം പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കണ്ടത്, ഞാൻ ഒരു വിഷൻ എനിക്ക് കിട്ടി. അതെന്താന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചിരുന്ന സ്കൂള് ഇവിടെ ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂള്, ഈ വടക്കേ നടയുടെ അവിടെ ഞാൻ പഠിച്ചിരുന്ന ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് നിന്ന് വയസ്സായ ഒരു ലേഡി, 90 വയസ്സോളം കാണും, ഒരു ചെവിയൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുക. മുകളിലത്തെ ഭാഗത്ത് അവര് ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, എന്തോ ഒരെണ്ണം തോർത്ത് മരിച്ചുമ്പോ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് അപ്പർ പോർഷൻ നേക്കഡ് ആണ്. വയസ്സായ സ്ത്രീയാ. അവര് തലയിൽ ഒരു കൂടയിൽ എന്തോന്നോ ചുമന്നുകൊണ്ട് വരിക. അവരെന്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ബുക്കാണ്, ഒരു പഴയ ഗ്രന്ഥം. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഇത് എന്താണെന്ന് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോന്നോ എടുക്കാൻ ഒരു ഡെലിക്കസി മാതിരി, എന്തോന്നായിരിക്കോ, എനിക്ക് എല്ലാത്തിനും പൊതുവെ ഒരു പേടിയാണല്ലോ. അപ്പൊ എന്താണോ എന്തോ, എടുക്കണോ വേണ്ടോ, എടുത്ത് തുറന്ന് നോക്കൂ എന്ന് പറഞ്ഞ്, എന്താണോ അത് എനിക്ക്. അവസാനം അവര് 3-4 പ്രാവശ്യം നോക്കൂ, ഇതെന്താണെന്ന് നോക്കൂ. അപ്പൊ അത് ഫസ്റ്റ് പേജ് ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും അതിനകത്ത് 100 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 100. അപ്പോ ഞാൻ പറഞ്ഞു, എന്താണ് ഇത്? ഞാൻ വിചാരിച്ചു വലിയ ഗ്രന്ഥങ്ങൾ. 100 മാത്രം വലിയ അക്ഷരങ്ങൾ ആ ഫ്രണ്ട് പേജിൽ. ഇതെന്താണെന്ന് മനസ്സിലാക്കും. അത്രയും അവര് പറഞ്ഞു. ഇതെനിക്ക് എന്നിട്ട് അത് പോയി. പിന്നെ ബാക്കിയെല്ലാം മാസ്റ്റേഴ്സ് ഞാൻ സായിബാബയാ കണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ ഇല്ല. പക്ഷെ ഇത് ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞിട്ട് പോയി അവര്. ഇതിൽ നിന്ന് എന്താണ് ഞാനിത് അത് കേൾക്കുമ്പോൾ ഉള്ള ഫീൽ എന്താണ്? അത് കേൾക്കുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞാൽ, ഒരു കംപ്ലീഷനെ നോക്കി മൂവ് ചെയ്യൂ എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രം 0 to അങ്ങോട്ട് അല്ല, കംപ്ലീഷൻ 0 to അതെന്തോ ഒരു ഫുൾനെസ്സിലോട്ട് 100 എന്നല്ലേ പറഞ്ഞത്? 100 എഴുതിയിരിക്കുക. ആ ബുക്കിനകത്ത് 100 എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് എന്തോന്ന് ചോദിച്ചു, അതെന്താന്ന് മനസ്സിലാക്കൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോയി. ആക്ച്വലി വാട്ട് ഈസ് 100 ഫോർ യു? ആന്റിക്ക് 100 എന്ന് വെച്ചാൽ എന്താണ് ആന്റിയെ സംബന്ധിച്ച്? ഒരു ഫുൾനെസ്. 100-ൽ 100 മാർക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ 100% അല്ലേ? അതെ. അപ്പൊ ഇതുവരെ ആന്റി കാണാത്ത ഒരു ഹോൾനെസ് കാണിച്ചു തന്നിട്ട് പോയി. ഇനി അത് കാണുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഇൻകംപ്ലീറ്റ് ആണ്, നമ്മൾ ഹോൾ അല്ല, നമ്മൾ ഹോളി അല്ല, നമ്മള് അപൂർണമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഏതോ ഒരു പാർട്ട് ഓഫ് ദി സെൽഫിന് ആൻസർ, സിംബോളിക്കലി ആൻസർ എന്നതാണ്, യു ആർ ഓൾറെഡി ഹോൾ. യു ആർ എ ഹോൾ ബീയിങ്.
സോ ഇനി ആ ഹോൾനെസ് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനുള്ള മെത്തേഡ്. എന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിനുള്ള ക്ലൂ നമ്മുടെ മുമ്പിലുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, ഒരു ബുക്ക് ആയിരിക്കാം, ഒരു സിനിമയിലായിരിക്കാം. ഇതിന് ക്ലൂ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് ഞാൻ പറയാം. അതായത് നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു വാക്കാണെങ്കിൽ ആ വാക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ആഴത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഫുൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഒരു സംഭാഷണമോ ഒരു കാര്യമോ വരുന്നുണ്ടെങ്കിൽ അതിൽ അവെയർ ആയിരിക്കുക. ഓ ശരി. ആ ക്ലൂവിൽ അവെയർ ആയിരുന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ക്ലൂ ഒന്നും കൂടി മനസ്സിൽ ഓർത്തിട്ട് കിടക്കുമ്പോൾ രാവിലെ അതിനുള്ള ക്ലിയർ പിക്ചർ കിട്ടുന്നുണ്ടോ, എന്തായിരിക്കും എന്നെ ഹോൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. എനിവേ ഇത് ഷെയർ ചെയ്ത് വളരെ നന്നായി. താങ്ക് യു. ആക്ച്വലി എനിക്ക് ഒന്നും അറിയില്ല. ഇത് കണ്ടത് പറഞ്ഞു. സത്യം പറഞ്ഞ ഒറ്റ വസ്തു എനിക്കറിയില്ല. ഒറ്റ വസ്തു. എപ്പോഴും സീറോ തന്നെയാണ് എപ്പോഴും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹോൾനെസ്. എപ്പോഴും അല്ലെ, എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര, ഞാൻ ചാരുവിനോടൊക്കെ പറയും എന്താണോ എന്തോ ഒന്നിലും തൃപ്തിയില്ല. വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. എന്തെടുത്താലും എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ എനിക്ക് പക്ഷെ അതെനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. ഞാൻ വിചാരിക്കും അയ്യോ, ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ ചാരനോട് എത്രമാത്രം എനിക്ക് ഈ ടൈം ഭയങ്കര ഒരു കൺസ്ട്രെയിന്റ് ആണ്. അപ്പൊ എന്തുമാത്രം ഇത് ചെയ്താലും അയ്യോ ഇതിനകം അത് തീർത്തില്ലല്ലോ, ഇങ്ങനെ പരപരാന്ന് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടാകും. അതൊന്നും എനിക്ക് തൃപ്തിയായി. ഞാൻ പറഞ്ഞു എനിക്ക് ടൈം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ്. രാവിലെ എണീക്കും തൊട്ട് രാത്രി കിടക്കും വരെ പണി എടുക്കും. അവിടെ ഓടും ഇവിടെ ഓടും. ഒരു റിലാക്സ് ചെയ്ത് 5 മിനിറ്റ് ഇരിക്കില്ല. സത്യം പറഞ്ഞാൽ മെഡിറ്റേഷൻ പോലും ഞാൻ സമയം കണ്ടെത്തി അങ്ങനെ എന്തോ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു തൃപ്തിയില്ല. ഞാൻ ഒന്നും ചെയ്തില്ല, ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഓരോരുത്തർ എന്തോന്നൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ വല്ലാത്തൊരു ഫീലിംഗ് എന്നെ ഭയങ്കരമായിട്ട് അലട്ടും. അത് മാറിയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അയ്യോ അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല, ഇത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. സോ അതിന്റെ ആൻസർ എന്തായാലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കിട്ടും. ഓക്കെ. ബിക്കോസ് ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ നമ്മൾ ഹോൾ ആയിരിക്കുമ്പോഴും നമ്മളെ അപൂർണമാണെന്ന് ഫീൽ ചെയ്യിക്കുന്ന ഒരു മിത്തുണ്ട്. മിസ്റ്ററി കാണിച്ചു തരാതെ നമ്മളെ മിത്തിൽ സ്റ്റക്ക് ആയിരിക്കുകയാണ്. ആ മിത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മളിൽ ആ മിത്ത് വന്നിരിക്കുന്നത് നമ്മളുടെ കുട്ടിക്കാലത്തിൽ നിന്നാവാം. എവിടുന്നോ വന്ന ഒരു വിശ്വാസമാണ്, ഞാൻ പൂർണ്ണമല്ല, പൂർണ്ണമാവാൻ എന്തോ ചെയ്യാനുണ്ട്, പൂർണ്ണമാവാൻ എങ്ങോട്ടോ എത്തിച്ചേരാനുണ്ട്. സോ അതിലെ പൂർണ്ണമാണെന്ന് നമ്മളെ സ്വയം ഫീൽ ചെയ്യാനുള്ള ക്ലൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, നോക്കാം ഞാൻ പുറത്തുനിന്ന് എന്ത് സമയമില്ലെങ്കിൽ പോലും അവയർനെസ് ഉണ്ടാകുക. അതുണ്ട് കേട്ടോ. അത് എന്ത് കിട്ടിയാലും അത് എനിക്ക് വന്നോളൂ. അതെനിക്കുണ്ട്. സമയമില്ലാത്ത വേറെ ഇതിൽ ഇങ്ങനെ. ഓക്കെ. എന്തായാലും മെസ്സേജ് ഈസ് സൂപ്പർ. അവർക്ക് ആ സോളിനെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ സോളിനോട് സത്യത്തില് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. ആ അമ്മുമ്മ അത് ആരാന്ന് പോലും അറിയില്ല. നല്ല വയസ്സ്. ഈശ്വര ആരാണോ എന്തോ ഒന്നും അറിയില്ല. എല്ലാം മുകളിൽ. ഓക്കെ. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെയാണ്, എനിക്ക് ഇങ്ങോട്ടാണ്. രൂപേഷ് സാറിനോട് എനിക്കത് കിട്ടിയല്ലോ. ഇന്നലെ ഞാൻ അറിഞ്ഞത്. ഞാൻ മൊബൈൽ പോലും നോക്കണില്ല. അപ്പൊ ചാരു പറഞ്ഞു നാളെ മെഡിറ്റേഷൻ ഉണ്ട്. നാളെ മെഡിറ്റേഷൻ ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴത്തേക്കും ഇട്ട് അപ്പൊ ഇന്നലെ നോക്കിയ പറഞ്ഞു ഇന്നേ ലിങ്ക് കിട്ടുള്ളൂ. എന്താ ഈ ലാസ്റ്റ് 5 മിനിറ്റ് ആയപ്പോ ഞാൻ ഓടി വന്നിരുന്ന പഠിക്കാനൊക്കെ വന്ന ആൾക്കാർ. ഇന്ന് വിജയദശമി അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ചെയ്തേ പറ്റൂ, എന്തായാലും ശരി. അപ്പോ ഒരുപാട് അങ്ങോട്ടാണ് എന്റെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡ് ഭഗവാനെ. ഓക്കെ ആന്റി. ശരി. Anybody want to share? Hi Rupesh. Yes. ശ്രീത്ത. ശ്രീത്ത സംസാരിക്കാമോ? സംസാരിച്ചോളൂ. ഓക്കെ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് സ്ട്രെസ്സിലൊക്കെ ആയിരുന്നു, പല കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പറയുന്നത് കേൾക്കാമെന്നറിയില്ല. കേൾക്കാം. ഓക്കെ. അപ്പോഴും ഞാൻ കുറച്ച് സൊല്യൂഷന് വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു രാവിലെ മുതൽ. അപ്പോഴും ഞാൻ രാവിലെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ മെസ്സേജ് കാണുന്നത്, ഈ മെഡിറ്റേഷൻ. കഴിഞ്ഞ കുറച്ച് തവണകളായിട്ട് രൂപേഷ് ഇങ്ങനെ ഈ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ മെസ്സേജസ് ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങളാൽ എനിക്കതിനകത്ത് പങ്കുചേരാനായിട്ട് കഴിഞ്ഞില്ല.
അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഫ്രീ ആയിരുന്നു. ഞാനിങ്ങനെ ഈ സൊല്യൂഷന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പം ഇതിനകത്ത് ഇങ്ങനെ രൂപേഷ് പറഞ്ഞ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയത്. എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കുറെ സ്റ്റെപ്സിലായിരുന്നു. സ്റ്റെപ്സ് ഞാൻ രൂപേഷ് പറയുന്ന സ്റ്റെപ്സിലൂടെ ഞാൻ കടന്നു പോകുന്നത് ഓരോ ഡോറിലൂടെയായിരുന്നു. ഒരു ബ്ലൂ ലൈറ്റ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതില് എന്തെങ്കിലും ബ്ലണ്ടർ ഉണ്ടോ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇറ്റ്സ് എ ബ്ലൂ ലൈറ്റ്. അപ്പൊ എനിക്ക് ബ്ലൂ ലൈറ്റില് ഞാനിപ്പോ ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കൊരു ബ്ലൂ ലൈറ്റ് ഉണ്ട്. കാര്യം ഞാനൊരു ബ്ലൂ ലൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ബ്ലൂ ലൈറ്റ് എപ്പോഴും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ആ ബ്ലൂ ലൈറ്റ് എന്ന ഡ്യൂറേഷൻ എനിക്ക് ഞാൻ പിന്നീട് പറയാം. അപ്പൊ എനിക്ക് ഈ ബ്ലൂ ലൈറ്റ് എന്നെ ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു ഓരോ ഡോറിലൂടെയും ഓരോ സ്റ്റെപ്സിലൂടെയും. ഞാൻ പോകുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് പക്ഷേ MG കോളേജിന്റെ സ്റ്റെപ്സ് ആയിരുന്നു. MG കോളേജിന് ഇഷ്ടംപോലെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്സ് തന്നെയാണ്. പക്ഷെ ആ സ്റ്റെപ്സിലൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഓരോ ഡോർ ഫീൽ ചെയ്തു. അപ്പൊ ഡോർ ഫീൽ ചെയ്ത് ഞാൻ ഒരിടത്ത് ചെന്ന് നിന്നപ്പോഴത്തേക്ക് രൂപേഷ് എന്തോ പറഞ്ഞപ്പോഴും, എന്താണ് അപ്പോഴും പറഞ്ഞതെന്ന് എനിക്കിപ്പോ അറിയില്ല, എന്തോ പറഞ്ഞപ്പോ ഞാൻ ഒരു സ്ഥലത്ത് നിന്നു. ഞാൻ നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ അച്ഛനെയാണ് കണ്ടത്. സോ പുള്ളിക്ക് എന്നോടൊക്കെ എന്തോ കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ്. അപ്പൊ ഞാൻ ഈ ബ്ലൂ ലൈറ്റ് ഞാൻ എൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന പറയും. മനസ്സിലായി. ഓരോ സോളിനും ഒരു കളർ ഉണ്ട്. ആ കളറിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇവിടെ പെർസീവ് ചെയ്യുന്നവരെ, അവരെ മനസ്സിലാക്കുന്നവരെ. ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണ്, അറിയാലോ രൂപേഷിന്. അപ്പൊ ഞാൻ ഈ ബ്ലൂ ലൈറ്റ് കണ്ടു, അച്ഛനെ കണ്ടപ്പോ ഞാൻ പെട്ടെന്നൊന്ന് ഇമോഷണൽ ആയിപ്പോയി പെട്ടെന്ന്. സോ പുള്ളിക്ക് എൻ്റെ അടുക്ക് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് സൊല്യൂഷന് വേണ്ടിയാണ് ഇരുന്നതെന്ന്. എനിക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വേണമായിരുന്നു. ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടാം. അപ്പം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എനിക്കിപ്പോ എന്തോ ഒരു പോസിറ്റീവ്നെസ് തോന്നുന്നുണ്ട്. എനിക്ക് എന്താണ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതെന്ന് പുള്ളി പറയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ നിന്നു. എനിക്ക് അത്രേ അറിയുള്ളൂ. ഇനി ആ കമ്മ്യൂണിക്കേഷൻ ശ്രീത്തിന്റെ അടുത്തേക്ക് തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ മീഡിയത്തിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതാ ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ഷെയറിംഗ് നടന്നിരിക്കും. സോ അപ്പൊ എനിക്ക് രൂപേഷ് ചോദിക്കാനുള്ളത്, ഞാൻ എന്താണ് ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രൂപേഷ് ഇപ്പൊ ഞാൻ അരുന്ധതി മാഡത്തിന്റെ അടുത്ത് സംസാരിക്കുന്ന കേട്ടായിരുന്നു. അപ്പൊ എന്താണ് അതിനു മുമ്പ് എനിക്കത് മനസ്സിലായില്ല. എന്താണ് നമ്മൾ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ നേരെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കേൾക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ അറ്റൻഷൻ കൂടുതലായി എത്തിച്ചേരുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു വാർത്ത കേൾക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയെന്ന് വിചാരിക്കുക. ഈ സിനിമയിൽ എല്ലാ വാചകങ്ങളും നമുക്ക് വലിയ ഇംപ്രഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല, അല്ലെ? പക്ഷെ ചില സ്റ്റേറ്റ്മെന്റ്, ചില അവിടുത്തെ സംഭാഷണം നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ടോ? ഈ ആകർഷിക്കുന്നതിന്റെ ഉള്ളില് നമുക്ക് വേണ്ട ഒരു മെസ്സേജ് ഉണ്ടാവും, ഒരു ക്ലൂ ഉണ്ടാവും. മെസ്സേജ് പൂർണ്ണമാണെന്ന് വിചാരിക്കരുത്, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ക്ലൂ മനസ്സിലാക്കിയാൽ, അതിനെ മാത്രം എടുത്ത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൂ നമ്മുടെ ഹോൾ നൈറ്റിൽ നമ്മൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങും. ആ ക്ലൂ കിട്ടും. അത് ചിലപ്പോ ഇപ്പം ഇത് കഴിഞ്ഞ് ശ്രീജിത്ത് ഓഫ് ചെയ്തിട്ട് പോകുമ്പോൾ മകന്റെ വായിൽ നിന്നായിരിക്കാം, വൈഫിന്റെ അടുത്തു നിന്നായിരിക്കാം, ചിലപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ബുക്കിനകത്തായിരിക്കാം. എവിടെ നിന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ക്ലൂവിന് വേണ്ടി നമ്മൾ ഒരു ആക്ഷൻ ചെയ്യരുത്. ആ ക്ലൂ സ്പോണ്ടേനിയസ്ലി വരുന്നതായിരിക്കും. അതിന് വേണ്ടത് നമ്മൾ ബോധമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ക്ലൂ ആണ് എന്റെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ആവാം. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, പേഴ്സണലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞത്. നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. എക്സാമ്പിൾ, ചിലപ്പോൾ സ്പൗസിന്റെ അടുത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ കുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വരുന്നത്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിൽ കുത്തലാണെന്ന് എടുക്കാതെ ഇതിനകത്തെ ക്ലൂ എന്താണെന്നുള്ളതിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എനിക്കുള്ള എന്ത് മെസ്സേജ് ആണ് ഈ ചുറ്റിനും കിടക്കുന്നത്? ഓക്കെ, ആ ഒരു ചിന്തയിൽ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കുള്ള മെസ്സേജ്, കാരണം എസ്പെഷ്യലി നമ്മളുള്ളൊരു ചോദ്യമുണ്ട്. സോ ഈ മെസ്സേജ് വരും.
Okay, thank you, Rupesh. Thank you for that. Okay, Sridhar, thank you എന്തായാലും. ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. Okay, thank you. ഒരാളുടെയും കൂടി എക്സ്പീരിയൻസ് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ആരാണ്? ആരാണ്? Hello. ഹലോ Hello, sir. സരിത. ഓക്കെ, Yeah. പറഞ്ഞോളൂ. Actually, most of the time I went into sleep. You can say like I was എന്തോ ഒരു unconscious പോലെ ആയിരുന്നു. I didn't see anything, but I saw a light going from here. That was a jerk for me. Yes. That is the only thing happened. That's a great thing. That was a jerk പോലെ ഇങ്ങനെ ഒരു ഞെട്ടി ഞാൻ അപ്പോഴ് ഒരു yellow light I could see it was passing from here. Actually, it's a spontaneous third eye activation. So നമ്മളിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ തേർഡ് ഐ എനർജി ഭയങ്കരമായിട്ട് ഇമ്മീഡിയറ്റ്ലി ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി സോഴ്സിൽ നിന്നുള്ള എനർജി തേർഡ് ഐയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് മെല്ലെ മെല്ലെ വരും. പക്ഷെ നമ്മളിൽ വേണ്ടത് നമ്മളെ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് വൺ സെൽഫ്. ബിക്കോസ് നമ്മൾ കൂടുതൽ ഇൻറ്റ്യൂട്ടീവ് ആവാൻ തുടങ്ങും. നമ്മൾ ലോജിക്കലി അതിനെ അനലൈസ് ചെയ്യാതെ നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്ത് എക്സ്പെരിമെന്റലിയും ഒബ്സർവേഷനും കൂടുതലായി കൊണ്ടുവന്നാൽ നമുക്ക് അതിന്റെ ഫാക്ടിന്റെ ഉറപ്പ് അറിയാൻ പറ്റും. സോ ആ ട്രസ്റ്റ് വൺ സെൽഫ് ആണ് ആവശ്യം. ഇനി ഓക്കെ, അപ്പൊ എന്തെങ്കിലും മെസ്സേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മളെ വില കുറച്ചോ അല്ലെങ്കിൽ നമ്മളെ സ്മോൾ ആയിട്ട് എനിക്ക് ഈ ഒരു അറിവോ എന്നുള്ള തോട്ട് വിട്ട് നമുക്ക് വരുന്ന എന്താണോ അതിനെ പൂർണ്ണമായും ലിസൺ ചെയ്യാൻ തയ്യാറാകുക. സോ അതാണ് ആ ഒരു ആക്ടിവേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ റൗണ്ട്. മീരയൊക്കെ ദൂരെ പോയിരിക്കുന്നല്ലോ, ഓടിപ്പോയിരിക്കണം. യെസ് യെസ്, ഐശ്വര്യ. യെസ്, ചാരു. ആരാണ് ചാരു? ഞാനുണ്ട്. വേറെ ആർക്കെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പിന്നെ ചോദിക്കാം. വേറെ ആരായിരുന്നു സാറിന് വിളിച്ചത്? നയനയായിരുന്നോ? ആരുടെയും ശബ്ദം കേട്ടില്ലേ? ആരോ ഒരു ചോദ്യം ചോദിച്ചു. യെസ്, സാറെന്ന് പറഞ്ഞ ഞാനായിരുന്നു. വേറെ ആരുടെയും മൈക്രോഫോൺ കൂടെ ഓൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൺ ചെയ്തായിരുന്നു. ചോദിച്ചോളൂ ഐശ്വര്യ. ഓക്കെ സാർ, എനിക്ക് കിട്ടിയ മെസ്സേജ് ഈഗോ ഡിസോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അത് എനിക്ക് ആ വിട്ടാനായിട്ടുള്ള ഒരു മടി ഉണ്ടെന്ന് തോന്നുന്നു. സഫർ ചെയ്യേണ്ടി വരുമോ? പക്ഷെ അതിന് ആദ്യം നമുക്ക് അറിയേണ്ടത് ഈഗോ എന്താണെന്നല്ലേ. എന്നെ തന്നെ ഗുഡ് ആൻസർ. ആക്ച്വലി ഐശ്വര്യ ആ ചോദ്യം ചോദിച്ചത് നന്നായി. കാരണം ഇത് എന്റെ ഗ്രൂപ്പിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് ഈഗോ ഡിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഐശ്വര്യക്ക് വന്ന മെസ്സേജ് എങ്കിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ്, എന്താ പറയാ, ഞാൻ എന്ന ഒരു ഭാവം എന്നുള്ളതിനെ ഒരു ബിഗർ ആയിട്ട് മാത്രമാണ് കാണുന്നത്. പലപ്പോഴും നമ്മളിൽ എന്ത് ലിമിറ്റേഷനും ഒരു ഈഗോയാണ് നമ്മുടെ. എന്നുവെച്ചാൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് സാധിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലും നമ്മുടെ ഈഗോ ആണ്. നമ്മളൊരു വിക്ടിം ആണെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു ഈഗോ ആണ്. മനസ്സിലായി? നമുക്ക് അത് നമ്മളിവിടെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ മലയാളികൾ വിചാരിക്കുന്നത്, പലപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ ഒരിക്കൽ വിനീത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചെന്നൈയിൽ പഠിച്ചപ്പം നമ്മൾ മലയാളികൾ എപ്പോഴും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ പോലും അത് പുറത്ത് പറയാൻ മടിക്കും. നമ്മൾ വിശ്വസിക്കുന്ന അത് ഈഗോ ഇല്ലാത്ത സ്റ്റേറ്റ് ആണെന്നാണ്. പക്ഷെ ഇപ്പൊ ചെന്നൈയിലേക്ക് ചെല്ലുമ്പോൾ അവർ ഈസിലി, അവർക്ക് എന്ത് കഴിവുണ്ടോ അവർ ഈസി ആയിട്ട് പറയും. നമ്മൾ കുട്ടികളെ പോലെയാണ്. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ വളരെ ഈസി ആയിട്ട് പറയും, ഞാൻ ഒരു സംഭവമാണ്, ഞാൻ ഒരു പൊട്ടൻഷ്യലാണ് എന്ന് അവർ പറയും. ദാറ്റ് ഈസ് നോട്ട് ഈഗോ. ഈഗോ മീൻസ് ഇത് പറയാതിരിക്കുന്ന നമ്മളാണ് ഈഗോ. അതുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഭയങ്കര ഈഗോസ്റ്റിക് ആണെന്ന് പറയും പുറത്തുള്ള ആളുകൾ. എനിക്ക് ആദ്യകാലത്ത് മനസ്സിലായിട്ടില്ലായിരുന്നു. ബിക്കോസ് നമ്മൾ ഹംബിൾ എന്ന വ്യാജേന നമ്മുടെ ശരിയായ കഴിവുകൾ പോലും നമ്മൾ പുറത്തു പറയില്ല. ആക്ച്വലി നമ്മളാണ് ഏറ്റവും ഈഗോസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ. ഐശ്വര്യയുടെ ഈഗോ മീൻസ് ഐശ്വര്യയിൽ ഒരുപാട് ഏഞ്ചലിക് വിസ്റ്റംസ് ഉണ്ട്. അത് ഐശ്വര്യ ഉള്ളിൽ സപ്രസ് ചെയ്ത് പുറത്ത് കാണിക്കാതെ, എനിക്കൊന്നും അറിഞ്ഞൂടാ, അയ്യോ ഞാൻ പാവ, അയ്യോ ഞാൻ, ആ സാധനം ഡിസോൾവ് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. ഐശ്വര്യ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ, അയ്യോ പാവം സാധനം വേണ്ട. ഓക്കെ എങ്ങനെ അത്
പുറത്തേക്ക് വരുന്ന അറിയില്ല, പക്ഷെ കിട്ടുമായിരിക്കും അല്ലേ? പുറത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യക്ക് പലപ്പോഴും ഐശ്വര്യ ഓറ റീഡ് ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് എനിക്കറിയാം. ഐശ്വര്യ ഒരു ക്ലെയർ വോയന്റ് ആണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഐശ്വര്യ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത അതല്ലേ? ഐശ്വര്യയിലെ ക്ലെയർ വോയൻസ് അക്സെപ്റ്റ് ചെയ്യാറില്ലല്ലോ. ക്ലെയർ വോയൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഐയുടെ ഇതാണോ? തേർഡ് ഐ, നമുക്ക് ഓറ കാണാൻ പറ്റുക, നമുക്ക് മറ്റൊരാളെ സ്കാൻ ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കഴിവുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? ഹീൽ ചെയ്യാൻ പറ്റുക? എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് ഇല്ലാത്തതാണ് നമ്മുടെ ഈഗോ. ആ ഈഗോ ആണ് ഡിസോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായി? ആ കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന സെൽഫാണ് ഈഗോ. റിയൽ സെൽഫ് ഈസ് കോൺഫിഡൻറ്റ്, യു നോ ഇറ്റ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ അക്സെപ്റ്റ് ചെയ്യാത്ത സെൽഫാണ് ഈഗോ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭഗവാൻ കൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, ഞാൻ തന്നെ എല്ലാം നശിപ്പിക്കും, എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, എനിക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം. ദാറ്റ് ഈസ് ഈഗോ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ മലയാളികൾ പറയും. പക്ഷെ റിയലി ദാറ്റ് ഈസ് നോട്ട് എ ഈഗോ സ്റ്റേറ്റ്മെന്റ്. നമുക്കിതൊന്നും പറ്റില്ല എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഈഗോ. സോ അവനവന് പറ്റുന്ന കാര്യങ്ങൾ ഇനി പറ്റുമെന്ന് മനസ്സിലാക്കി അവനവന് ചെയ്യേണ്ടത് ചെയ്ത് ഫർദർ എന്താ പറയാ അഡ്വാൻസ് കോഴ്സസ് അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സമയമായി കേട്ടോ ഐശ്വര്യ. ഈ കളിയെ കൂടെ നിർത്താറായേ. ഐശ്വര്യയോട് ആയതാണ് ഞാൻ തുറന്നു പറയുന്നത്. അതെ, എനിക്കറിയാം, എനിക്കും തോന്നുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. നിങ്ങളിൽ പലരും ഉണ്ട്, ഐശ്വര്യ മാത്രമല്ല, ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഈഗോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവനവൻ ഇങ്ങനെ സ്മോൾ ആണെന്ന് വിശ്വസിച്ച് എന്തോ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രസം വേണ്ട കേട്ടാ. എന്റെ സമയം കഴിഞ്ഞു. ഇനി വീണ്ടും വലിയ വലിയ കൊറോണയ്ക്ക് ഒന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് നിങ്ങളായിട്ട്. സോ എക്സ്പ്രസ് യുവർ സെൽഫ്, ഫ്രീ ആക്കുക. അവനോടുള്ള കഴിവുകളുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യുക, മോർ ഹീൽ ചെയ്യുക. ഐശ്വര്യക്ക് ഒരുപാട് പേരെ ഹീൽ ചെയ്യാനുണ്ട്. ഐശ്വര്യ നല്ലൊരു ഹീലർ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഹീൽ ചെയ്യാം കേട്ടോ. വേറെ ആരാ? ഇനി ചാരു ചോദിച്ചോ. ഉത്തരം കിട്ടിയോ? കുറെ കിട്ടിയായിരുന്നു സാർ. തുടക്കം തന്നെ പറഞ്ഞ് എനിക്ക് റെലവെന്റ് ആയിരുന്നു സാർ. എനിക്ക് അണ്ടർഗോ ചെയ്യാൻ പലതും പറ്റിയില്ല. ഞാൻ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും ഒരു തരം ലേസിനെസ്സും, എന്നെ കൊണ്ട് ഈ പറഞ്ഞ പോലെ പറ്റുന്നില്ല, എനിക്കുള്ളതല്ല, ഞാൻ വെച്ചിട്ട് പോട്ടെ എന്നുള്ള ഒരു ഫീലിംഗ് വരെ ഉണ്ടായിരുന്നു എന്നെ ഇത് അറ്റൻഡ് ചെയ്ത സമയത്ത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാനും പറ്റിയില്ല സാർ. ഞാൻ ഈ സെഷൻ ഗോ ചെയ്യണോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു സംശയം. എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ശരി, അപ്പം സാർ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. കാരണം എൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്ക് പോരാ, എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് അണ്ടർഗോ ചെയ്യുന്ന പിന്നെ ഞാൻ അത് ചോദിക്കാനായിരുന്നു. റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ശരി സാർ. ശ്രീകാന്തിന് എന്തോ ചോദിക്കാനുണ്ടോ? സാർ ഇങ്ങനെ മൈൻഡ് റീഡ് ചെയ്യരുത് ദേവി. ഈശ്വര, ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കണ്ടെന്ന് ചോദിക്കാം. ആസ് ഇൻ എന്താ പറയാ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് ഞാൻ കുറേ നാളായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട് മിസ് ചെയ്യുന്നത്. ഇതുപോലത്തെ കുറേ ചെറിയ ഇമോഷണൽ ആസ്പെക്ട്സ് ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി, ഇതുവരെ ഇല്ലാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇന്നിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എന്തോ എന്താ പറയുക, ഐ വാസ് വെരി ഡീപ്പ്, അറ്റ് ദ സെയിം ടൈം ഐ വാസ് ഓൾസോ ഇൻ എൻ ഇമോഷണൽ സ്റ്റേറ്റ്. രണ്ടും മാറി കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇടയ്ക്ക് കോട്ടുവായി വന്നു. പക്ഷെ ഞാൻ അത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തോ ഈ മെഡിറ്റേഷനിൽ നിന്ന്, സാറ് പറഞ്ഞ പോലെ ആ മെഡിറ്റേഷനിൽ നിന്ന് മാറി നിന്ന് എന്താ പറയുക, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലാണ്ട് ലൈഫിനെ ഇനിയും റിയലിസ്റ്റിക് ആയിട്ട് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തോ എന്നെ പുഷ് ചെയ്യുന്ന പോലെ തോന്നി. സോ അപ്പോൾ ഇന്ന് എനിക്ക് ക്ലൂ വൈസ് എനിക്ക് കിട്ടിയ ഒരു ഫീൽ വാസ് സംതിങ് ലൈക്ക് യൂണിവേഴ്സൽ ലവ്. അങ്ങനെ എന്തോ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ദാറ്റ് വാസ് ദി ഇമേജ് ദാറ്റ് ഐ റിസീവ്ഡ്. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ഒരു 3-4 ഇയേഴ്സ് മുമ്പൊക്കെ വരെ ഞാൻ റെഗുലറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസസിലും അങ്ങനത്തെ കാര്യത്തിലും കുറേ ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യുന്ന സെൻസേഷൻസ്, അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒത്തിരി ആഴത്തിൽ കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ 3-4 വീക്സ് ആയിട്ട് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ലോസ്റ്റ് എവറിത്തിങ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ എം എക്സ്പീരിയൻസിങ് സംതിങ് ദാറ്റ് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ്, വിച്ച് ഇസ് ഇമോഷൻസ് ഇൻ ദ ഫിസിക്കൽ പ്ലെയിൻ, ഇൻ സം ടൈംസ് ഓഫ് ഇമോഷൻ, സം ടൈപ്സ്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ദിസ് ഇസ് വാട്ട് ദ മെസ്സേജ് ഐ ഗോട്ട്. സോ ഐ എം പ്രിറ്റി കൺഫ്യൂസ്ഡ് അബൌട്ട് ദിസ്. ആക്ച്വലി ശ്രീകാന്ത് പറഞ്ഞതിൽ തന്നെ എല്ലാ ആൻസറും കിടപ്പുണ്ട്. കാരണം വെച്ചാൽ ശ്രീകാന്തിന് വേണ്ടത് യൂണിവേഴ്സൽ ലവ് ആണ്. So you really want to know the separation between what is emotion and what is universal love, because there is a love called emotional love. When there is an emotional love, there is always hate.
നമ്മൾ ലവ് ആൻഡ് ഹേറ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ലവിനകത്ത് ഹേറ്റ് ഉണ്ട്. ഇമോഷണൽ ലവ് യൂണിവേഴ്സൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് രണ്ടും രണ്ടാണ്. ലവ് യൂണിവേഴ്സൽ എനർജിയാണ്. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ലവ് എന്ന് പറയുന്നത് ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ആ ലവ് എന്ന് പറയുന്നത് വെറും ഇമോഷണൽ പൊസസീവ് ലവ് ആണ്. നമ്മുടേതാക്കി പിടിച്ച് നമ്മുടേതാക്കി പോക്കറ്റിനകത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയുള്ളൊരു ലവ് മാത്രമാണ്. അത് യൂണിവേഴ്സൽ ലവ് അല്ല, അൺകണ്ടീഷണൽ ലവ് അല്ല, ഡിവൈൻ ലവ് അല്ല. അത് നമ്മുടെ ഒരു സ്വാർത്ഥതയാണ്. അത് അതിൻ്റെതായ പർപ്പസ് ഉണ്ട്, ഇല്ല എന്നല്ല. ചില സ്വാർത്ഥതയ്ക്ക് ചില പർപ്പസുകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ സെപ്പറേഷൻ തിരിച്ചറിയാൻ എവിടെയോ ഒരു ഇന്റന്റ് ഉണ്ടായിരുന്നു ശ്രീകാന്തിന്. അതുകൊണ്ടാണ് ശ്രീകാന്ത് ഇതിലൂടെ ഇപ്പൊ കടന്നുപോയത്. ഇനി ഈ യൂണിവേഴ്സൽ ലവ് എങ്ങനെ അവനവന്റെ വോയിസിലൂടെ ഈ ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ക്ലൂ നാളെ രാവിലെ കിട്ടും. ഇങ്ങോട്ട് ചോദിച്ചത് നന്ദി, താങ്ക് യു. ഓക്കെ, എന്താണ് നയന ചിരി? ഞാൻ എന്റെ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ആണ് കേട്ടോണ്ടിരിക്കുന്നതെല്ലാം. അപ്പൊ സ്വന്തമായിട്ട് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലേ? സെഷനിൽ കിട്ടിയ ആ ഒരു വോയിഡ് മാത്രമാണ്. എന്താണ് ആ വോയിഡ്? ഒരു ബബിളിനകത്താണ് ഞാൻ. അപ്പം അത് എനിക്ക് സർ കേക്കാവോ? കേക്കാം. മനസ്സിലായത് ഓക്കെ, ബബിളിനകത്താണ്. സോ ആ ബബിളിൽ നിന്ന് പുറത്തു വരാനുള്ള അതെങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന്. അതെ, സോ ബബിളിനകത്തുള്ള കംഫർട്ട് ആണ് അറിയേണ്ടത്. ആക്ച്വലി ബിഫോർ ബ്രേക്കിംഗ് ദ ബബിൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ കംഫർട്ട്. എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിയണം. കാരണം ഞാൻ ബബിളിനെ വെറുതെ ബ്രേക്ക് ചെയ്ത് അൺപ്രൊട്ടക്റ്റഡ് ആവുന്നതിനേക്കാളും നല്ലത് അതിനുള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, എന്തോ ഒരു സുഖമുണ്ട്. ആ സുഖം കംപ്ലീറ്റ് ആയിട്ട് അറിയുക, അത് ആസ്വദിക്കുക. അതെനിക്ക് മനസ്സിലായത് ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു കംഫർട്ടിലാണ് ഇരിക്കുന്നത്. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മള് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, കോമൺ ആയി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഫിയർ ആണ് ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ എന്താ പറയാ, പറയാൻ പാടില്ല എന്നാലും പറയാണ്, എന്താ പറയാ, കൈക്കൂലിയുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നത്. നമ്മൾ പറയല്ലോ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത് റെസ്പോൺസിബിലിറ്റി ഫിയറിൽ നിന്നാണ് ഇതിനുണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ആ ഫിയർഫുൾ സെൽഫിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെസ്പോൺസിബിൾ ആയി ഗിൽറ്റി ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഇഷ്ടമില്ലാത്ത സെൽഫ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഗിൽറ്റ് ആവാനുള്ള സാധ്യതയിലേക്ക് പോയി ചാടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിരിക്കില്ല ആ സെൽഫിന് ഇഷ്ടം. സോ ബെറ്റർ തിങ് അക്സെപ്റ്റൻസ് ആണ് എപ്പോഴും വേണ്ടത്. എനിക്ക് റെസ്പോൺസിബിലിറ്റി പേടിയുണ്ടെങ്കിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി പേടിയാണ്, ദാറ്റ്സ് ഇറ്റ്. സോ ആ പേടി മെല്ലെ മെല്ലെ മാറ്റാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. കാരണം ഇത് ഒരിക്കലും നമുക്കൊരു 1 ഡേ കൊണ്ട് നമുക്ക് എടുത്ത് കളയാവുന്ന ഒരു സാധനമല്ല അത്. കാരണം 1 ഡേ കൊണ്ട് നമ്മളിലേക്ക് വന്ന സാധനമല്ല അത്. ചിലപ്പോൾ 1 ഡേ കൊണ്ട് മാറിയെന്നിരിക്കും, മാറില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയല്ല. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് പോസിബിലിറ്റി ആണ്. ബട്ട് സ്റ്റിൽ പേഷ്യൻസ് വേണം എന്നേ ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചുള്ളൂ. ഒരു ഇംപേഷ്യൻസോട് കൂടി ഇന്ന് തന്നെ എടുത്ത് കളയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല. മറിച്ച് ഒരു പേഷ്യൻസ് നമുക്ക് നൽകുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ 1 മിനിറ്റ് കൊണ്ട് മാറിയെന്നിരിക്കാം. ബട്ട് സ്റ്റിൽ ആ ഫിയർ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ആ ഫിയർ കാണിച്ചു തരാനാണ് അത് വന്നത്. അക്സെപ്റ്റ് ചെയ്യുന്നതോറും നയനയ്ക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ് ഹാൻഡിലിങ് ഇറ്റ്, ഡീലിങ് ഇറ്റ്. അതുവരെ തൽക്കാലം ആ ബബിളിനകത്ത് എൻജോയ് ചെയ്യുക. ആ ബബിൾ പൂർണ്ണമായിട്ടൊന്ന് എൻജോയ് ചെയ്യാതെ. ഓക്കെ, സോ ഒരിക്കലും നമ്മൾ ആ ബബിളിനകത്താണ്, നമ്മളൊരു സാധനത്തിൽ പ്രൊട്ടക്റ്റഡ് ആണ്, അത് എന്തിനേയും ഡിനേ ചെയ്യാതെ ബെസ്റ്റ് മെത്തേഡ് ഈസ് അക്സെപ്റ്റൻസ്. എനിക്ക് കഴിഞ്ഞ ഒരു 15 വർഷം കൊണ്ടുള്ള ഹീലിംഗ് പ്രൊഫഷനിലുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ടൂളാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലോകത്ത് സഫർ ചെയ്യുന്നത് ലാക്ക് ഓഫ് അക്സെപ്റ്റൻസിലാണ്. എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത്, എനിക്ക് എന്ത് സാധിക്കുന്നു, എനിക്ക് എന്ത് സാധിക്കുന്നില്ല, എന്നെ എന്ത് റെസിസ്റ്റൻസ് കൊണ്ടുവരുന്നു, എന്നിൽ എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ അവിടെയാണ് നമ്മൾ സംബഡി, സമ്മൺ, സംതിങ്, ഈ 3 കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ഈസി ആയിട്ട് അക്സെപ്റ്റൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതോ നമ്മൾ ഈ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു സംബഡി ആവാനല്ല എങ്കിൽ
ഒരു സമ്മൺ ആവാനല്ല എങ്കിൽ, ഒരു സംതിങ് ആവാനല്ല എങ്കിൽ നമുക്ക് ശൂന്യ സ്റ്റേറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എവറിത്തിങ് എമർജ് ഫ്രം സീറോ. സോ താങ്ക് യു ഫോർ ഓൾ യുവർ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ക്വസ്റ്റ്യൻസ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ ടൈം മാറിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ വെച്ച് കട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫർദർ ഇനിയും നമ്മളടുത്ത ഏതെങ്കിലും മെഡിറ്റേറ്റിംഗ് കേരളയിലോ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ